സ്വാഗതം TCVയുടെ പോരാട്ടത്തിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുമ്പോൾ TCVയുടെ പോരാട്ടം ഇപ്പോൾ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ചേർപ്പിലാണ്. ചേർപ്പ് ഉൾപ്പെടെ 7 നേരത്തെ ചേർപ്പുണ്ടായിരുന്നു. തൃശ്ശൂർ നിയമസഭാ മണ്ഡലം ഉൾപ്പെടെ 7 നിയോജക മണ്ഡലങ്ങൾ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ. 3 സ്ഥാനാർത്ഥികളും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു. ഇടതിനു വേണ്ടി VS സുനിൽകുമാർ, നേരത്തെ മന്ത്രിയായിരുന്നു. NDAക്ക് വേണ്ടി ശ്രീ സുരേഷ് ഗോപി, UDFിനു വേണ്ടി K മുരളീധരൻ. വാശിയേറിയ പോരാട്ടം നടക്കുമ്പോൾ ദേശീയ രാഷ്ട്രീയം തന്നെ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലേക്ക് ഉറ്റുനോക്കുന്നുണ്ട്. അതിന് പല രാഷ്ട്രീയ മാനങ്ങളുണ്ട്. എന്തായാലും 3 കക്ഷികളുടെയും പ്രതിനിധികൾ TCVക്ക് വേണ്ടി ചേർപ്പിൻ്റെ മണ്ണിൽ മഹാത്മാ മൈതാനിയിൽ എത്തിച്ചേർന്നു കഴിഞ്ഞു. ഇവരുടെ രാഷ്ട്രീയ കക്ഷികൾക്ക് കൃത്യമായ നിലപാടുണ്ട്, സ്ഥാനാർത്ഥികളെക്കുറിച്ച് പറയാനുണ്ട്. TCVയുടെ പോരാട്ടം ഇതൊരു പോരാട്ട വേദിയല്ല. കക്ഷികൾക്ക് പറയാനുള്ളത് പറയും, അവരുടെ സ്ഥാനാർത്ഥി എന്ത് നടപ്പാക്കും എന്നുള്ളത് പറയും, ആ രാഷ്ട്രീയ കക്ഷിയുടെ നിലപാടുകൾ വ്യക്തമാക്കും. നമുക്ക് മുന്നിൽ NDAക്ക് വേണ്ടി BJPയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KR ഹരി, UDFിനു വേണ്ടി നേരത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും KPCC സെക്രട്ടറിയുമായ CC ശ്രീകുമാർ, LDFിനു വേണ്ടി CPI സംസ്ഥാന കൗൺസിൽ അംഗം KP സന്ദീപ്. ഇവർക്ക് 3 പേർക്കും ഇവരുടെ രാഷ്ട്രീയ കക്ഷികൾക്ക് എന്താണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർമാരോട് പറയാനുള്ളത് എന്ന് നമുക്ക് കേൾക്കാം. നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു പോരാട്ട വേദിയല്ല, സംവാദ വേദിയാണ്. തീർച്ചയായും ജനങ്ങൾക്ക് ആഗ്രഹമുണ്ടാകും അവർക്ക് വേണ്ടി എന്ത് നടപ്പാക്കുമെന്ന്, അവരുടെ സ്ഥാനാർത്ഥികൾ എങ്ങനെയായിരിക്കുമെന്നുള്ളത്. അത് അവർ തന്നെ പറയും. ആദ്യം ഒരു 5 മിനിറ്റ് വീതം എടുത്ത് തന്നെ പറയും. ആദ്യം ഹരിയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഹരി. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഈ ലോക്സഭാ മണ്ഡലത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് ജയിപ്പിക്കേണ്ട ഏക സ്ഥാനാർത്ഥി ശ്രീ സുരേഷ് ഗോപിയാണെന്ന കാര്യത്തിൽ ഈ മണ്ഡലത്തിൽ ആർക്കും തന്നെ തർക്കമുണ്ടാവില്ല. ഇപ്പോൾ 2 മുന്നണികളായിട്ട് മത്സരിക്കുന്നുണ്ടെങ്കിലും എൻ്റെ സ്നേഹിതന്മാർ യഥാർത്ഥത്തിൽ ഒരു ഇന്ത്യ എന്ന ഒരൊറ്റ മുന്നണിയുടെ ഭാഗമാണ്. കാസർഗോഡ് കടന്നു കഴിഞ്ഞാൽ ഒരുമിച്ച് മത്സരിക്കുന്ന ഒരു മുന്നണിയുടെ ഭാഗങ്ങളാണ്. 2 മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ ആര് ജയിച്ചാലും പാർലമെൻറ്റിൻ്റെ ഏറ്റവും പുറകിലെ ബെഞ്ചിൽ പോയിരുന്ന് കൂക്കാനും അല്ലെങ്കിൽ ബില്ലുകൾ കീറിയെറിയാനും ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ കെട്ടിപ്പിടിച്ചിരുന്ന് സമരം ചെയ്യാനുമല്ലാതെ പ്രത്യേകിച്ച് തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു വികസനവും കൊണ്ടുവരാനുള്ള ഒരു കഴിവുമുള്ള ആളുകളല്ല 2 പേരും. നമുക്കറിയാം 2019 മത്സരിച്ച് തോറ്റ ശേഷവും കഴിഞ്ഞ 5 വർഷക്കാലമായി തൃശ്ശൂരിൻ്റെ ജനഹൃദയങ്ങൾക്കിടയിൽ ജീവിക്കുന്നയാളാണ് ശ്രീ സുരേഷ് ഗോപി. NDA അവതരിപ്പിച്ചിട്ടുള്ളത് ഇത്തവണ സുരേഷ് ഗോപിയെയാണ്. അദ്ദേഹം തോറ്റുപോയിട്ടും ഈ മണ്ഡലത്തിന് വേണ്ടി രാജ്യസഭാ അംഗം എന്ന നിലയിൽ അദ്ദേഹത്തിന് ലഭിച്ചിരുന്ന ഫണ്ടിൻ്റെ നല്ലൊരു ശതമാനം ആ ഒരു ചെറിയ കാലയളവ് കൊണ്ട് ഈ തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ചെലവഴിക്കുകയും അദ്ദേഹം ഒരു MP ആയാൽ എങ്ങനെയായിരിക്കും എന്നതിൻ്റെ ഒരു സാമ്പിൾ വെടിക്കെട്ട് തൃശ്ശൂർ നടത്തുകയും ചെയ്തയാളാണ്. അത് ഒരു പദ്ധതി കൊണ്ടല്ല, രാജ്യസഭാ അംഗമായിരിക്കെ അദ്ദേഹത്തിന് ലഭിച്ച ഫണ്ട് ഉപയോഗിച്ച് 1 കോടി രൂപയുടെ വികസനം തോറ്റിട്ടും അദ്ദേഹം ശക്തൻ തമ്പുരാൻ മാർക്കറ്റിൽ നടപ്പിലാക്കി. ഏതാണ്ട് 400 കോടി രൂപയുടെ അമൃത് പദ്ധതി തൃശ്ശൂരിൽ എത്തിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ച ആളാണ് സുരേഷ് ഗോപി എന്നുള്ളത് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായി ഞങ്ങൾക്ക് പറയാൻ സാധിക്കുന്ന കാര്യമാണ്. ശക്തൻ തമ്പുരാൻ സ്റ്റാൻഡിലെ ആകാശപാതയായാലും ഗുരുവായൂരിലെ അമൃത് പദ്ധതി പ്രകാരം നിർമ്മിച്ച വിവിധ കെട്ടിടങ്ങളായാലും തൃശ്ശൂരിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തിന് വേണ്ടിയിട്ട് മൊത്തമായി ഉപയോഗിച്ച ഈ 413 കോടി രൂപയിൽ വലിയൊരു പങ്കും തൃശ്ശൂരിലേക്ക് എത്തിക്കുന്നതിൽ മോദി സർക്കാരിൽ കൃത്യമായ സമ്മർദ്ദം ചെലുത്തുന്നതിന് സുരേഷ് ഗോപി നല്ലൊരു പങ്കാണ് വഹിച്ചത്. അതുമാത്രമല്ല, കരിമന്നൂരിൽ കമ്മ്യൂണിസ്റ്റുകാർ പറ്റിച്ച നിരവധി പേർക്കിടയിൽ ഇപ്പോൾ കോളങ്കാട്ട് ശശിയുടെ കമ്മ്യൂണിസ്റ്റ് ബാങ്കിൽ, കരുവന്നൂർ ബാങ്കിൽ പണം നിക്ഷേപിച്ചുകൊണ്ട് ചികിത്സയ്ക്ക് പണമില്ലാതെ മരിക്കേണ്ടി വന്ന കോളങ്കാട്ട് ശശിയുടെ അമ്മയുടെ മുടങ്ങിപ്പോയ പെൻഷൻ ഈ കാലങ്ങൾ എത്രയായി കൊടുത്തുകൊണ്ടിരിക്കുന്നത് ശ്രീ സുരേഷ് ഗോപി എന്ന NDA സ്ഥാനാർത്ഥിയാണ്. അതുപോലെ തന്നെ ജോസഫേട്ടൻ്റെ മക്കളുടെ സെറിബ്രൽ പാൾസി എന്ന രോഗം, ആ രോഗത്തിന് 1 ലക്ഷം രൂപയുടെ ചികിത്സാ സഹായം നൽകിക്കൊണ്ട് അവരെ സംരക്ഷിച്ചു നിർത്തുന്നത് ശ്രീ സുരേഷ് ഗോപിയാണ്. കരുവന്നൂരിൽ നഷ്ടപ്പെട്ട ആളുകൾക്ക് പണം ലഭിക്കുന്നതിന് വേണ്ടി ആ കരുവന്നൂരിലെ വഞ്ചിക്കപ്പെട്ടവരുടെ അപേക്ഷ മാനിച്ചുകൊണ്ട് പദയാത്ര നടത്തുകയും കേന്ദ്ര സർക്കാരിൻ്റെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് കൃത്യമായൊരു അന്വേഷണം ആ കാര്യത്തിൽ നടത്തുവാനും സുരേഷ് ഗോപിയുടെ ഇടപെടൽ തൃശ്ശൂരിലെ മുഴുവൻ സാധാരണക്കാർക്കും അറിയാവുന്നതാണ്. നമുക്കറിയാവുന്നതുപോലെ തോറ്റ ശേഷവും അദ്ദേഹം ഈ പാർലമെൻറ്റ് മണ്ഡലത്തിലെ ഒരു പഞ്ചായത്ത് ദത്തെടുക്കുകയും ആ പഞ്ചായത്തിൽ ഏതാണ്ട് 1.5 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു. അങ്ങനെ ജയിച്ചോ തോറ്റോ എന്നൊരു വ്യത്യാസം നോക്കാതെ
തനിക്ക് കേന്ദ്ര സർക്കാരിലുള്ള സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് തൃശ്ശൂരിൻ്റെ സമഗ്രമായ വികസനത്തിന് തന്നെ ജയിപ്പിച്ചാൽ എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്ന് തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ടിന് മുമ്പിലെ സാമ്പിൾ വെടിക്കെട്ട് പോലെ അദ്ദേഹം തൃശ്ശൂരിൻ്റെ ജനഹൃദയങ്ങളിൽ ഒന്ന് വന്നുപോയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാം ജനങ്ങളുടെ മനസ്സിൽ അദ്ദേഹം ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. ആ കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ തൃശ്ശൂരിൽ സമഗ്രമായ ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിൽ MP എന്ന നിലയിലൊക്കെ തൃശ്ശൂരിൽ വലിയ വികസന മുന്നേറ്റം ഉണ്ടാക്കാൻ ശ്രീ സുരേഷ് ഗോപിക്ക് സാധിക്കും എന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ തൃശ്ശൂരിൻ്റെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള വോട്ടർമാരും സുരേഷ് ഗോപിക്ക് അനുകൂലമായി ഈ തെരഞ്ഞെടുപ്പിൽ വിധി എഴുതും. 100,000-ലേറെ ഭൂരിപക്ഷത്തിന് അദ്ദേഹം ഈ തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ജയിക്കുമെന്ന കാര്യത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം NDA സംബന്ധിച്ചിടത്തോളം യാതൊരു സംശയവുമില്ല. ശരി, ഹരി NDAയുടെ പ്രതിനിധി ഹരിക്ക് പറയാനുള്ളത് പറഞ്ഞു. ശ്രീ CC ശ്രീകുമാർ. ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണി അഖിലേന്ത്യാ തലത്തിലും അതിൻ്റെ കേരള പരിച്ഛേദം എന്ന നിലക്ക് ഐക്യ ജനാധിപത്യ മുന്നണി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിലും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി തൃശ്ശൂർ പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിൽ കൈപ്പത്തി അടയാളത്തിൽ മത്സരിക്കുന്നത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ അധ്യക്ഷൻ K മുരളീധരനാണ്. ഈ തെരഞ്ഞെടുപ്പിനെ എനിക്ക് മുന്നേ സംസാരിച്ചവർ സൂചിപ്പിച്ചതുപോലെ കേവലം ഒരു തൃശ്ശൂരിൻ്റെ ക്യാൻവാസിൽ പരിമിതപ്പെടുത്തിക്കൊണ്ടല്ല, ഇന്ത്യ മുന്നണിയായാലും ഐക്യ ജനാധിപത്യ മുന്നണിയായാലും ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. ഈ രാജ്യത്തിൻ്റെ തകർക്കപ്പെട്ട മതേതരത്വം, ജനാധിപത്യം അത് തിരിച്ചെടുക്കണമെങ്കിൽ അത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പാരമ്പര്യമുള്ള ഒരു ജനാധിപത്യ മതേതരത്വ ബോധം ഇന്ത്യ മഹാരാജ്യത്തിന് സംഭാവന ചെയ്ത ഒരു ദേശീയ പ്രസ്ഥാനത്തിന് മാത്രമേ കഴിയുള്ളൂ എന്ന ഉത്തമ ബോധ്യത്തോടെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ് പ്രിയമുള്ളവരെ ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി കോൺഗ്രസിൻ്റെ സമുന്നത നേതാക്കളിൽ ഒരാളായ K മുരളീധരനെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്നത്. 10 വർഷം ഭരിച്ച കേന്ദ്ര ഭരണകൂടം, BJP നേതൃത്വം കൊടുക്കുന്ന NDA സർക്കാർ, അതോടൊപ്പം തന്നെ 7.5 വർഷം ഭരിച്ച സംസ്ഥാനം ഭരിച്ച CPM നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, ഈ 2 മുന്നണികളാണ് ഐക്യ ജനാധിപത്യ മുന്നണിക്കെതിരെ ഇവിടെ മത്സരിക്കുന്നത്. ഈ 2 മുന്നണികൾക്കും പൊതു തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കേന്ദ്രത്തിൽ 10 വർഷക്കാലം ഭരിച്ച NDA മുന്നണി BJP നേതൃത്വം കൊടുക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന് ഈ തെരഞ്ഞെടുപ്പിന് മുന്നിലുള്ള അവസാന മന്ത്രിസഭാ യോഗത്തിൽ ആ മന്ത്രിസഭാ യോഗത്തിൻ്റെ തീരുമാനം ഞാനും നിങ്ങളുമൊക്കെ കേട്ടതാണ്. 10 വർഷം തങ്ങൾ നടത്തിയ ക്ഷേമ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചൊന്നും ഇവർക്ക് പറയാനില്ല. ആകെ പറയാനുള്ളത് ഇവർ തന്നെ അട്ടത്തൊരിക്കൽ കയറ്റിവെച്ച, കോടതിക്ക് മുമ്പാകെ ഞങ്ങളിപ്പോൾ നടപ്പിലാക്കില്ലെന്ന് പറഞ്ഞ നിയമം, ആ നിയമത്തെ പൊടിത്തട്ടിയെടുത്തു പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ വിജ്ഞാപനമാണ് പുറത്തിറക്കിയത്. അതിന് കക്ഷി ചേർന്നുകൊണ്ട് ഒരു ഒക്കെ ചങ്ങായി ആയിക്കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 7.5 വർഷക്കാലത്തെ ഭരണത്തിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് പറയാതെ ആ CAA നിയമത്തിന് അതിൽ ന്യൂനപക്ഷ പ്രീണനം എങ്ങനെ നടത്താമെന്ന നിലവാരത്തിലാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിൽ നേതൃത്വം കൊടുക്കുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത്. ഞാൻ സൂചിപ്പിച്ചത് 10 വർഷം ഈ രാജ്യം ഭരിച്ച കേന്ദ്ര സർക്കാരിനും 7.5 വർഷം ഈ രാജ്യം സംസ്ഥാനം ഭരിച്ച ഇടതുപക്ഷ മുന്നണി സർക്കാരിനും ഈ രാജ്യത്ത് ഒരു പൊതു തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ തങ്ങൾ ഇന്നലകളിൽ നടത്തിയ ഒരു ക്ഷേമ വികസന പ്രവർത്തനത്തെക്കുറിച്ച് പറയാനില്ല. അവർ ആകെ പറയുന്നത് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന പഴയ ബ്രിട്ടീഷുകാരൻ്റെ നയം, വിഭജിച്ചുകൊണ്ട് ഭരിക്കുക എന്ന നയമാണ് എടുക്കുന്നത്. മലയാളിയെ വിശിഷ്യ ഇന്ത്യക്കാരനെ എങ്ങനെയൊക്കെ ജാതി പറഞ്ഞ്, മതം പറഞ്ഞ്, സമുദായം പറഞ്ഞ് തമ്മിലടിപ്പിച്ച് അതിൽ എന്തെല്ലാം കലക്ക് വെള്ളത്തിൽ എങ്ങനെ മീൻ പിടിക്കാമെന്ന ഒരേ നയവുമായിട്ടാണ് NDAയും LDFും ഈ തെരഞ്ഞെടുപ്പിൽ നേരിടുന്നത്. മുന്നേ സംസാരിച്ച BJPയുടെ പ്രതി സൂചിപ്പിക്കുകയുണ്ടായി, ഇവർ ഇവിടെ കേരളത്തിൽ വിഘടിച്ചും കേരളത്തിന് പുറത്ത് ഒന്നിച്ചുമാണെന്ന്. ഒറ്റ കാര്യമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. LDFുള്ള ഒരു മുന്നണിയുണ്ട്. അതായത് നമ്മുടെ തൊട്ടടുത്ത പാർലമെൻറ്റ് മണ്ഡലമായ ആലത്തൂരിലെ ചിറ്റൂർ അസംബ്ലി നിയോജകമണ്ഡലത്തിലെ ഒരു മന്ത്രിയുണ്ട്, കൃഷ്ണൻകുട്ടിയാണെന്നാണ് JDS പറയുന്നത് ഞങ്ങൾ കേരളത്തിൽ LDFിൻ്റെ കൂടെയാണെന്ന്. ദേശീയ തലത്തിൽ അവരുടെ ദേശീയ പ്രസിഡന്റ് പറയുന്നത് ഞങ്ങൾ NDAയുടെ കൂടെയാണെന്ന്. HD ദേവഗൌഡ തന്നെ നമ്മോട് പറഞ്ഞത് ഞങ്ങൾ NDAയിലേക്ക് പോയത് സാക്ഷാൽ ഇരട്ടച്ചങ്കൻ പിണറായിയുടെ ഉപദേശപ്രകാരമാണെന്ന്. ആരാണ് ഇവിടെ ഒക്കച്ചങ്ങായി എന്ന്
ജനാധിപത്യ ബോധമുള്ള വോട്ടർമാർ തിരിച്ചറിയണം. ഇവർ രണ്ടുപേരും ഒന്നാണ്, ഇവരുടെ നയങ്ങളൊന്നാണ്. ഇവരെ ഒരേ നയത്തിന് വേണ്ടി രണ്ട് തലത്തിൽ നിന്ന് കോൺഗ്രസ് വിരുദ്ധ വികാരം പറഞ്ഞിട്ടാണ് പ്രിയമുള്ളവരെ കഴിഞ്ഞ 10 വർഷക്കാലമായി നമ്മുടെ പൊതുജീവിതം നശിക്കപ്പെട്ടത്. ഈ രാജ്യത്ത് ദരിദ്രൻ്റെ എണ്ണം കൂടിയത്, ഈ രാജ്യത്ത് തൊഴിലില്ലായ്മയുടെ എണ്ണം വർദ്ധിപ്പിക്കപ്പെട്ടതൊക്കെ, ഈ രാജ്യത്തിൻ്റെ മതേതരത്വം നശിപ്പിക്കപ്പെട്ടതും, ഈ രാജ്യത്തെ ജനാധിപത്യം തകർക്കപ്പെട്ടത് ഇവർ കോൺഗ്രസ് വിരുദ്ധ വികാരം പറഞ്ഞുകൊണ്ടാണ്. ആ പഴയ വീഞ്ഞ് തന്നെ പുതിയ കുപ്പിയിലാക്കി ഇറക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് വിശിഷ്യ തൃശ്ശൂർ പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിലെ വോട്ടർമാർ തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞു. ഇവിടുത്തെ നല്ല കമ്മ്യൂണിസ്റ്റുകാരൻ തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി കെ മുരളീധരനെ കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് കഴിഞ്ഞ തവണ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കൊടുത്ത ലീഡിനേക്കാൾ ഉയർന്ന ലീഡ് കൊടുക്കാൻ തീരുമാനിച്ച തെരഞ്ഞെടുപ്പാണിത്. സന്ദീപ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന സഖാവ് VS സുനിൽകുമാർ ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യകത ഒട്ടുമില്ലാതെ മലയാളികളാകെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഉജ്ജ്വലനായ ഒരു നേതാവാണ്. 15 വർഷക്കാലം MLA ആവുകയും അതിൽ 5 വർഷക്കാലം മന്ത്രിയായിരിക്കുകയും കേരളത്തിൻ്റെ സാമൂഹിക ജീവിതത്തിൽ വിശിഷ്യ കാർഷിക രംഗത്ത് വിപ്ലവകരവും നൂതനവുമായ ധാരാളം വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുക വഴി ആക്ഷേപരഹിതമായി ആരോപണങ്ങളില്ലാതെ വിവാദങ്ങൾക്കൊന്നും ഇട നൽകാത്ത വിധം ഒരു പൊതുജീവിതം കഴിഞ്ഞ 4.5 പതിറ്റാണ്ട് കാലമായി തൃശ്ശൂരിൽ മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായും ആ സ്ഥാനാർത്ഥിയുടെ മികവ് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ LDF ഉജ്ജ്വലമായ വിജയം നേടും എന്ന് ഞങ്ങൾക്ക് അവകാശപ്പെടാൻ ആത്മവിശ്വാസം പകരുന്നത്. മറ്റൊന്ന്, കഴിഞ്ഞ 8 വർഷക്കാലമായി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് നമ്മുടെ നാടിൻ്റെ സർവ്വതല സ്പർശിയായ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിൻ്റെ എല്ലാ വിശദാംശങ്ങളിലേക്കും എണ്ണി കടക്കണം എന്ന് ആഗ്രഹിക്കുന്നതേയില്ല. ആരോഗ്യരംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, തൊഴിലിടങ്ങളിൽ ഉൾപ്പെടെ വലിയ പുരോഗതി പ്രാപിക്കുവാൻ ഈ കാലഘട്ടത്തിൽ കേരളത്തിന് സാധിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഒരിക്കലും നടക്കാൻ സാധ്യതയില്ല എന്ന് വിലയിരുത്തിയ സ്വപ്നതുല്യമായ ധാരാളം വികസന പ്രവർത്തനങ്ങൾ ഈ കാലഘട്ടത്തിൽ പൂർത്തീകരിക്കുവാൻ LDFൻ്റെ ഗവൺമെൻറ്റിന് സാധിച്ചു. അതോടൊപ്പം ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഉൾപ്പെടെയുള്ള സാമൂഹിക പുരോഗതിയിലെ സുപ്രധാനമായ ചുമതലകൾ നല്ലതുപോലെ നിർവഹിക്കുവാൻ ഈ ഗവൺമെൻറ്റിന് സാധിച്ചിട്ടുണ്ട്. കേരളത്തിലാകെയുള്ള അതിദരിദ്ര കുടുംബങ്ങളുടെ കണക്ക് ഏറ്റവും കൃത്യമായി ഇന്ത്യയിൽ ഒരേ ഒരു സംസ്ഥാനം മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. അത് ഈ കേരളം മാത്രമാണ്. 64,006 അതിദരിദ്ര കുടുംബങ്ങൾ ഈ കേരളത്തിലുണ്ട്. 2024 നവംബർ മാസം 1-ാം തീയതി ആകുമ്പോഴേക്കും ഈ അതിദരിദ്ര കുടുംബങ്ങളെ ഉൾപ്പെടെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രക്രിയയ്ക്ക് വിധേയമാക്കിക്കൊണ്ട് കേരളം ഇന്ത്യക്ക് മാതൃകയാകുന്ന ഒരു നിലപാട് പ്രഖ്യാപിക്കുവാൻ വേണ്ടി പോവുകയാണ്. ഇത് സുപ്രധാനമായൊരു തെരഞ്ഞെടുപ്പ് വിഷയമായി ഈ കാലഘട്ടത്തിൽ അവതരിപ്പിക്കണം എന്ന് LDF കേരളത്തിൽ ആഗ്രഹിക്കുന്നുണ്ട്. മറ്റൊന്ന്, കഴിഞ്ഞ 10 വർഷക്കാലമായി നമ്മുടെ രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന BJPയുടെ ഫാസിസ്റ്റ് ഭരണകൂടം എല്ലാ ജനാധിപത്യ മര്യാദകളെയും ഭരണഘടനാ തത്വങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് അപ്രഖ്യാപിതമായ അടിയന്തരാവസ്ഥ പോലെ ഈ രാജ്യത്തുടനീളം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഭരണഘടനാ സ്ഥാപനങ്ങളെ നോക്കുകുത്തിയാക്കുകയും മാധ്യമ സ്വാതന്ത്ര്യം നിഷേധിക്കുകയും പൗരാവകാശങ്ങൾ കവർന്നെടുക്കുകയും വിഭാഗീയമായ ചിന്തകൾ പകർന്നു നൽകുകയും അപരവിദ്വേഷത്തിലൂന്നിയ മതരാഷ്ട്ര സങ്കല്പം മുന്നോട്ട് വെച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ വിഭജിക്കുവാൻ വേണ്ടിയുള്ള നീക്കങ്ങൾക്ക് സംഘപരിവാര നേതൃത്വം നൽകുമ്പോൾ അതിന് എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുന്നവരായി കേന്ദ്ര ഭരണാധികാരികൾ മാറുകയാണ്. അങ്ങനെ മാറുന്നതിൻ്റെ ധാരാളം ദുരനുഭവങ്ങൾ ഈ 10 വർഷ കാലയളവിനിടയിൽ ഉണ്ടായിട്ടുണ്ട്. കേവലം അവകാശവാദങ്ങളല്ലാതെ, നുണപ്രചരണങ്ങളല്ലാതെ, വാചക കസർത്തുകളല്ലാതെ കേന്ദ്ര ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ 10 വർഷം കൊണ്ട് എന്തു മാറ്റമുണ്ടായി എന്ന് പരിശോധിക്കുമ്പോൾ 2014 നിന്നതുപോലെ ഇന്ത്യ നിലനിൽക്കുന്നു എന്ന് പറയേണ്ടതായി വരും. നരേന്ദ്രമോദി നമ്മുടെ രാജ്യത്ത് അധികാരത്തിൽ വരുമ്പോൾ വീട്ടിൽ ഉപയോഗിക്കുന്ന പാചകവാതക സിലിണ്ടറിൻ്റെ വില 390 രൂപയായിരുന്നു. ഇന്നത് 1000 രൂപ കടന്നിരിക്കുന്നു. 50 രൂപയ്ക്ക് പെട്രോൾ തരും, 50 രൂപയ്ക്ക് ഡീസൽ തരും എന്ന് അവകാശപ്പെട്ടവർ 10 വർഷക്കാലത്തെ അധികാരം പിന്നിടുമ്പോൾ 100 രൂപയ്ക്ക് മുകളിൽ പെട്രോളിനും ഡീസലിനും വില വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. കള്ളപ്പണത്തെ അമർച്ച ചെയ്യുമെന്നും കള്ളനോട്ട് മാഫിയെ തകർക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നവംബർ മാസം 8-ാം തീയതി നടത്തിയ നോട്ട് നിരോധനം
അത് അശാസ്ത്രീയമായിരുന്നു, യുക്തിരഹിതമായിരുന്നു, വേണ്ടത്ര കൂടിയാലോചനകൾ ഇല്ലാത്തതായിരുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ ദീർഘകാല അടിസ്ഥാനത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യ മഹാദുരന്തമായി നോട്ട് നിരോധനം മാറിയിരിക്കുന്നുവെന്ന് സാമ്പത്തിക രംഗത്തെ വിദഗ്ധന്മാർ പറയുന്നുണ്ട്. കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് പരകാല പ്രഭാകരൻ അദ്ദേഹം എഴുതിയ പുസ്തകത്തിൽ പറയുന്നുണ്ട്, നരേന്ദ്രമോദിക്ക് ഒന്നും അറിയുകയില്ല, രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് ശാസ്ത്രീയമായ കാഴ്ചപ്പാടോ ഭാവിയെക്കുറിച്ച് വ്യക്തമായ നിരീക്ഷണങ്ങളോ ഇല്ലാത്തൊരു ഭരണാധികാരിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞത് ഇതേ പ്രധാനമന്ത്രിക്ക് കീഴിൽ ധനകാര്യമന്ത്രിയായിരിക്കുന്ന നിർമ്മല സീതാരാമൻ്റെ ഭർത്താവ് പരകാല പ്രഭാകരനാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ അപകടകരമായ സാമ്പത്തിക സ്ഥിതിവിശേഷത്തെക്കുറിച്ച് ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ കുടുംബത്തിൽ നിന്ന് തന്നെ കൃത്യമായ കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ഇന്ത്യയിൽ അതിൻ്റെ അംഗബലം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി പോവുകയാണ്. ഈ കേരളത്തിലെ 20 പാർലമെൻറ്റ് മണ്ഡലത്തിലും ഉജ്ജ്വലമായ വിജയം നേടുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തീകരിച്ചു വരുമ്പോൾ തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ സഖാവ് സുനിൽകുമാറിൻ്റെ വിജയം സുനിശ്ചിതമാണ് എന്ന് ഞങ്ങൾക്ക് ആത്മവിശ്വാസത്തോടെ പറയുവാൻ കഴിയും. ശരി, അനുവദിച്ച സമയത്തിനുള്ളിൽ 3 കക്ഷികളും അവരുടെ സ്ഥാനാർത്ഥികളെക്കുറിച്ചും അവരുടെ നിലപാടുകളെക്കുറിച്ചും എല്ലാം പറയുകയുണ്ടായി. ഒപ്പം തന്നെ എതിർ കക്ഷികളുടെ ചില പോരായ്മകളിലേക്ക് വിരൽ ചൂണ്ടുകയുണ്ടായി, അവരുടെ വിജയ സാധ്യതയെക്കുറിച്ചും പറയുകയുണ്ടായി. നമുക്ക് നിരവധി പേർ ഇവിടെ വന്നിട്ടുണ്ട്, വിവിധ കക്ഷികളിലുള്ളവരുണ്ടാവാം. എന്തായാലും മണ്ഡലത്തിലെ വിവിധ വിഷയങ്ങൾ അല്ലെങ്കിൽ ദേശീയ തലത്തിലുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്, ദേശീയ തലത്തിലുള്ള വിഷയങ്ങളായിരിക്കും തീർച്ചയായും ചർച്ചയിൽ വരികയുണ്ടാവുക. ആദ്യം സന്ദീപിനോട് ശ്രീകുമാർ അതിന് മറുപടി പറയുകയുണ്ടായി. കേരളത്തിൽ ഇരുവിഭാഗമായി മത്സരിക്കുകയും അതിർത്തി കടന്നാൽ കർണാടകത്തിലും തമിഴ്നാട്ടിലും കൈകോർത്ത് മത്സരിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് എന്ന് ഹരി പറഞ്ഞപ്പോൾ ജനതാദളിൻ്റെ കാര്യം പറഞ്ഞ ശ്രീകുമാർ അത് പറയുകയുണ്ടായി. ഇടത് പ്രതിനിധിയായ സന്ദീപിനെ അതിനെങ്ങനെയാണ് വോട്ടർമാരുടെ അടുത്ത് ചെല്ലുമ്പോൾ അവരും ചോദിക്കുന്നുണ്ടായിരിക്കും, എങ്ങനെയാണ് പറയാനുള്ളത്? കർണാടകയിലെ ജനതാദൾ അതൊരു യൂണിറ്റായി അവിടെ നിലനിൽക്കുന്നു. കേരളത്തിലെ ജനതാദൾ വേറൊരു യൂണിറ്റാണ്, അതുമായി ബന്ധമില്ല എന്ന് കേരളത്തിലെ തന്നെ അവരുടെ മന്ത്രിയും സംസ്ഥാന അധ്യക്ഷനും പരസ്യമായ നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, BJP എന്ന വർഗീയ വിപത്തിനെ ചെറുക്കുന്നതിന് വേണ്ടിയാണ് ഇന്ത്യ മുന്നണി എന്ന ഒരു മഹാസഖ്യം നമ്മുടെ രാജ്യത്ത് രൂപം കൊണ്ടിട്ടുള്ളത്. വലിപ്പ ചെറുപ്പമില്ലാതെ എല്ലാ ജനാധിപത്യ കക്ഷികളും മതനിരപേക്ഷവാദികളും BJPയെ തടയുക, ഈ വർഗീയ വിപത്തിനെ പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ഒരു കാര്യം നിസ്സംശയം സൂചിപ്പിക്കുവാൻ വേണ്ടി സാധിക്കും, കേന്ദ്ര ഭരണാധികാരികളുടെ അങ്കലാപ്പ് പ്രതിപക്ഷ നിരയിലെ പ്രവർത്തകരെ നേതാക്കന്മാരെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ കടന്നുവരവിലൂടെ ഒരു കാര്യം ഉറപ്പാണ്, ഇന്ത്യയിൽ BJPയെ കാത്ത് വലിയ പരാജയം ഇരിക്കുകയാണ്. ആ പരാജയ ഭീതിയിൽ നിന്നുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള സുപ്രധാനമായ പ്രതിപക്ഷ നേതാക്കന്മാരെ രാഷ്ട്രീയ പ്രേരിതമായി കേസുകളിൽ കുടുക്കി ജയിലിലടക്കാൻ BJP നോക്കുന്നത്. ഇവിടെ ഹരി ഒരു വാചകം നേരത്തെ സംസാരിക്കുമ്പോൾ സൂചിപ്പിച്ചു, ഈ കേരളത്തിൽ നിന്ന് ഇടതുപക്ഷ പാർട്ടികൾ വിജയിച്ചു പോയാൽ പാർലമെന്റിലെ പിൻ സീറ്റിൽ കടലാസു കീറിയെറിയാനാണത്രേ ഇവർ പോകുന്നത് എന്നാണ് ഹരിയുടെ അവകാശവാദം. മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലെ സ്വപ്നം കാണാൻ BJPക്കാരൻ അവകാശമുണ്ട്, ഞങ്ങൾ ആരും അത് നിഷേധിക്കുന്നില്ല. ഈ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ഇടതുപക്ഷ പ്രതിനിധികൾ പാർലമെന്റിൽ പോകുന്നത് വിജയിക്കുന്നതിന് വേണ്ടി. ഇടപെടുമ്പോൾ ചുരുക്കണം. സന്ദീപ് അതിനുള്ള മറുപടി പറഞ്ഞു. ഒപ്പം തന്നെ ഹരിയിലേക്ക് വരുമ്പോൾ ഹരി നേരത്തെ പറയുകയുണ്ടായി, നമ്മളും നേരത്തെ പറയുകയുണ്ടായി, ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു മണ്ഡലമായി തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം മാറിയിരിക്കുന്നു. ഏത് സ്ഥാനാർത്ഥിയായിരിക്കും വിജയിക്കുക, അല്ലെങ്കിൽ തങ്ങളുടെ സ്ഥാനാർത്ഥി വിജയിക്കുമെന്ന് 100% ആത്മവിശ്വാസത്തോടെയാണ് ഓരോ കക്ഷികളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ഹരിയോട് പറയാനുള്ളത്, ഹരി 1 ലക്ഷത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ സുരേഷ് ഗോപി തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിക്കുമെന്ന് പറയുമ്പോൾ കഴിഞ്ഞ കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്. ആ കണക്കുകളെ മറികടന്നുകൊണ്ട് ഏത് സാഹചര്യമാണ് ഉള്ളത്? അല്ല, കഴിഞ്ഞ കണക്കുകൾ നമ്മുടെ മുമ്പിലുണ്ട്. തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഏതെങ്കിലും ഒരു മുന്നണിയുടെ കുത്തകയായിട്ടുള്ള മണ്ഡലമല്ലത്. മാറി മാറി മുന്നണികളെ വിജയിപ്പിച്ച രാഷ്ട്രീയ കക്ഷികളെ വരവേറ്റൊരു പാരമ്പര്യമുള്ള ഒരു രാഷ്ട്രീയ മണ്ഡലമാണ് തൃശ്ശൂർ. LDF ജയിച്ചിട്ടുണ്ട്, UDFൻ്റെ പ്രതിനിധികൾ ജയിച്ചിട്ടുണ്ട്. അവർക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ NDAയുടെ ഒരു പ്രതിനിധിയെ ജയിപ്പിക്കാൻ യാതൊരു വിധത്തിലുള്ള സങ്കോചവും ഉണ്ടാവില്ല എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുമാത്രമല്ല, സുരേഷ് ഗോപിയുടെ ഭൂരിപക്ഷത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ 5 വർഷക്കാലമായി
പാർലമെന്റിൽ സ്ഥാനാർത്ഥിയായി വന്നത് മുതൽ തൃശ്ശൂർ മണ്ഡലത്തിൽ, ലോക്സഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപി നടത്തിയ വിവിധ ഇടപെടലുകളെ കുറിച്ച് ഞാൻ പറഞ്ഞു. ആ ഇടപെടലുകൾ ജനഹൃദയത്തിൽ എത്രത്തോളം സ്ഥാനം പിടിച്ചിട്ടുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന് 1,00,000-ൽ കൂടുതൽ വോട്ടുകളുടെ ഭൂരിപക്ഷം ലഭിക്കും എന്ന് നമ്മൾ അവകാശപ്പെട്ടത്. പിന്നെ ഇവിടെ 2-3 കാര്യങ്ങൾക്ക് മറുപടി പറയാതെ പോകാതിരിക്കാൻ കഴിയില്ല. ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി പറഞ്ഞത്, CPIയുടെ പ്രതിനിധി പറയുകയാണ് BJP രാജ്യം ഭരിക്കുമെന്നത് മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമാണെന്ന്. ഏതാ 350-ൽ കൂടുതൽ സീറ്റുകളുള്ള ഒരു മുന്നണിയുടെ സ്വപ്നം, ആകെ ഒരു സീറ്റുള്ള ആളുകൾ കളിയാക്കുകയാണ്. എന്താ മലർന്നു കിടന്ന് തുപ്പുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? ഇങ്ങനെ തുപ്പാമോ സ്വന്തം മുഖത്തേക്ക്? ആകെ ഒരു സീറ്റുണ്ട്. നിങ്ങളുടെ സഖ്യകക്ഷിയുടെ നേതാവ് പറഞ്ഞത് അടുത്ത വട്ടം മരപ്പട്ടിയുടെയും മീനാമ്പേച്ചിയുടെയും ഒക്കെ ചിഹ്നത്തിൽ മത്സരിക്കുന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് പ്രവർത്തിച്ചോളാനാ. അങ്ങനെ മരപ്പട്ടിയും മീനാമ്പേച്ചിയുടെയും ചിഹ്നത്തിൽ മത്സരിക്കാതിരിക്കാൻ കഷ്ടപ്പെടുന്നവർ BJPക്ക് നേരെ മലർപ്പൊടിക്കാരന്റെ സ്വപ്നം. മറുപടി കൂടി, അതിദാരിദ്ര്യം ഇല്ലാതാക്കുന്നാണ് സഖാവൂടെ പറഞ്ഞത്. അതിദാരിദ്ര്യം 64,000 പേർക്കുണ്ട്, അതുകൂടി ഇല്ലാതാക്കി കേരളത്തെ പിണറായി വിജയൻ അങ്ങോട്ട് രക്ഷിക്കുമെന്നാണ് പറഞ്ഞത്. സാർ, അതിദാരിദ്ര്യമൊന്നും ഇല്ലാതാക്കണ്ട. നിങ്ങൾ പണിയെടുക്കുന്നവർക്ക് കൂലി കൊടുക്ക്, ആശാ വർക്കർമാരുടെ ശമ്പളം കൊടുക്ക്, KSRTCയിൽ പണി ചെയ്തിട്ട് മുട്ടിലെറിയുന്നവർക്ക് ശമ്പളം കൊടുക്ക് സാർ. അതുപോലെ ഇവിടെ മുടങ്ങിപ്പോയിട്ടുള്ള വിധവാ പെൻഷൻ, ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുക സാർ. ഗവൺമെന്റ് ജീവനക്കാരുടെ ശമ്പളം കൊടുക്കുക സാർ. ദാരിദ്ര്യമൊന്നും ഇല്ലാതാക്കിയില്ലെങ്കിലും പണിയെടുക്കുന്നവന് കൂലി കൊടുക്കുന്ന ഒരു സർക്കാരായി മാറാൻ ശ്രമിക്കൂ സഖാവേ. ഇത് വളരെ വ്യാപകമായി NDAയും UDFും ഉയർത്തുന്നൊരു വിഷയമാണ് സാമ്പത്തിക പ്രതിസന്ധി എന്ന വിഷയം. ആദ്യം സന്ദീപിലേക്ക് വന്ന് തന്നെ ശ്രീകുമാറിലേക്ക് വരാം. സന്ദീപ്, അതൊന്ന് ചുരുക്കി പറയണം. ഇവിടെ ഹരി പറഞ്ഞതുപോലെ കേരളത്തിലെ LDFിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ചില കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുകയുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന പ്രതിദിന വേതനം നൽകുന്ന സംസ്ഥാനം ഈ കൊച്ചു കേരളമാണ്. 837 രൂപയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസി എന്നെ കണ്ടെത്തി. ഹരി ചിരിച്ചുകൊള്ളുക. ഗുജറാത്തിൽ 350 രൂപയും ഉത്തർപ്രദേശിൽ 275 രൂപയും ഔദ്യോഗിക വേതനം കണക്കാക്കപ്പെട്ട സ്ഥലത്താണ് ഈ കേരളം ഏറ്റവും ഉയർന്ന സംഖ്യ ജനങ്ങൾക്ക് വേതനമായി കേരളത്തിൽ കൊടുക്കുക. അത് കാർഷിക മേഖലയിലാണെങ്കിലും കാർഷികേതര രംഗത്താണെങ്കിലും ഏറ്റവും ഉയർന്ന ദിവസ വേതനം കിട്ടുന്ന സംസ്ഥാനം ഈ കേരളമാണ്. അതുകൊണ്ടാണ് നരേന്ദ്രമോദിയുടെ ഗുജറാത്തിൽ നിന്നും യോഗി ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശിൽ നിന്നും വലിയ തീവണ്ടികളിൽ ആയിരക്കണക്കിന് പാവപ്പെട്ട തൊഴിലാളികൾ ഈ കേരളത്തിലേക്ക് കടന്നു വരുന്നത് നിങ്ങൾ മറന്നു പോകരുത്. ഇവിടെ സാമൂഹിക ക്ഷേമ പെൻഷനുകളെ കുറിച്ച് ഇവിടെ അവകാശപ്പെട്ടല്ലോ. വിധവ പെൻഷൻ ആണെങ്കിലും മറ്റ് സാമൂഹിക സുരക്ഷാ പെൻഷനുകളിൽ കേന്ദ്രം തരേണ്ട വിഹിതം ശരിയായ സമയത്ത് കൃത്യമായി നൽകാതെ തടഞ്ഞു വെക്കപ്പെടുന്നൊരു സാഹചര്യമുണ്ട്. ഇവിടെ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 91 സീറ്റിൽ നിന്ന് 100 സീറ്റ് നേടി അധികാരത്തിലേക്ക് മടങ്ങി വന്നു. അപ്പോൾ അതിൽ മടങ്ങി വരുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നതിൽ ഈ ക്ഷേമ പ്രവർത്തനങ്ങൾ, ജനപ്രിയമായ വികസന പ്രവർത്തനങ്ങൾ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ക്ഷേമ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തണം. കേന്ദ്ര ഗവൺമെൻറ് യഥാസമയം അനുവദിക്കേണ്ട സാമ്പത്തിക സഹായങ്ങൾ രാഷ്ട്രീയ വൈരാഗ്യ ബുദ്ധിയാൽ തടഞ്ഞു വയ്ക്കപ്പെടുന്ന സാഹചര്യം കേരളത്തിലുണ്ട്. ഇവിടെ വിധവാ പെൻഷനെ കുറിച്ച് പറഞ്ഞല്ലോ. 80 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ഒരു 500 രൂപ വിഹിതം കിട്ടുന്നുണ്ട്, തുച്ഛമായ സംഖ്യ. 62 ലക്ഷം ആളുകൾ കേരളത്തിൽ സാമൂഹിക ക്ഷേമ പെൻഷനുകൾ വാങ്ങുന്നുണ്ട്. അതിൽ 80 വയസ്സ് കഴിഞ്ഞവർക്ക് 500 രൂപ കിട്ടുന്നുണ്ട്, അതിന് താഴെയുള്ളവർക്ക് 200 രൂപയുണ്ട്. വിധവകൾക്ക് കൊടുക്കുന്ന പെൻഷനിൽ കേന്ദ്ര ഗവൺമെൻറ് തരേണ്ട വിഹിതം തടഞ്ഞു വയ്ക്കപ്പെട്ടിരിക്കുകയാണ്. എത്രയോ മാസക്കാലമായി കേരളത്തിന് ന്യായമായി ലഭിക്കേണ്ട നികുതി വിഹിതം ഈ രൂപത്തിൽ തടഞ്ഞു വയ്ക്കപ്പെടുന്ന സമീപനം കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുമ്പോഴാണ് പെൻഷൻ മുടങ്ങാതിരിക്കാൻ കേരളം നിയമപരമായ പോരാട്ടങ്ങൾക്ക് പോയത്. രാജ്യ തലസ്ഥാന നഗരിൽ സമരത്തിന് നേതൃത്വം നൽകി. ഒരു ചോദ്യം കൂടി ചോദിച്ച് ശ്രീകുമാറിലേക്ക് പോകേണ്ടതുണ്ട്. അതായത് സംസ്ഥാന ഭരണത്തിന്റെ വിലയിരുത്തൽ കൂടിയായി ഈ തെരഞ്ഞെടുപ്പ് മാറും എന്നൊരു അഭിപ്രായമുണ്ടോ? അല്ല, കേരളത്തിലെ ഗവൺമെന്റ് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഈ കേരളത്തിലെ 3.25 കോടി മലയാളികൾ നല്ലതുപോലെ തിരിച്ചറിയുക തന്നെ ചെയ്യും. അതോടൊപ്പം വർഗീയ ലഹളകളില്ലാത്ത, മതസംഘർഷങ്ങളില്ലാത്ത, മതത്തിന്റെ പേരിൽ മനുഷ്യൻ പരസ്പരം ആയുധമെടുക്കാത്ത ഇന്ത്യയിലെ ഏക സംസ്ഥാനം എന്ന ഖ്യാതി ഈ കൊച്ചു കേരളത്തിനുണ്ട്. മറന്നു പോകരുത്. ആക്ഷേപപൂർവ്വം ഒരു കാര്യം പറഞ്ഞു, ട്രെയിനുകളിൽ നിറച്ച് UPയിൽ നിന്നും ഗുജറാത്തിൽ നിന്നും ആളുകളാണ്. അല്ല സഖാവേ, ഇവിടെ ഏറ്റവും കൂടുതൽ ഹോട്ടലുകളിൽ പൊറോട്ട അടിക്കുന്നത് പഴയ ലോക്കൽ സെക്രട്ടറിമാരാ, പശ്ചിമ ബംഗാളിലെ ലോക്കൽ സെക്രട്ടറിമാര്.
ഒരു രാഷ്ട്രീയ സംവാദ വേദി ഒരു പിന്നെ രാഷ്ട്രീയ സംവാദ വേദി വില കുറഞ്ഞ തമാശകളെല്ലാം പറയുന്നത്. രാഷ്ട്രീയം പറയുമ്പോ ഗുജറാത്തിൽ കിട്ടുന്ന മാസവരുമാനം പറയും, ഉത്തർപ്രദേശിൽ കൊടുക്കുന്ന ദിവസക്കൂലിയുടെ കണക്ക് പറയും, ഉത്തർപ്രദേശിലെ പട്ടിണി പറയും, ഗുജറാത്തിലെ പട്ടിണി പറയും. നമുക്ക് തർക്കിക്കാം. ഇത്തരത്തിൽ വില കുറഞ്ഞ മൈതാന പ്രസംഗമല്ല നടത്തേണ്ടത്, വില കുറഞ്ഞ തമാശകളല്ല ഒരു പൊതുവേദി നടത്തേണ്ടത്. ഹരി, ഇടപെടാൻ അവസരം തരണം. ആ ശ്രീകുമാറിന് പറയാനുള്ള മറുപടി കൂടി പറഞ്ഞതിന് ശേഷം ഇതിനിടയിൽ ഇവർ പറഞ്ഞതിന് ശേഷം അവിടെ നിൽക്കൂ അവർ പറഞ്ഞതിന് ശേഷം ശ്രീകുമാറെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇന്നലെ കഴിഞ്ഞ ദിവസം KM മുരളീധരൻ UDF സ്ഥാനാർത്ഥി പറയുകയുണ്ടായി, സംസ്ഥാനത്ത് ഒരു സീറ്റ് തിരുവനന്തപുരം അല്ലെങ്കിൽ തൃശ്ശൂർ BJPക്ക് നൽകാവുന്ന രീതിയിൽ ധാരണയിൽ വരെ എത്തിയിരിക്കുന്നു എന്ന ഒരു ആരോപണം കൂടി അദ്ദേഹം ഉന്നയിക്കുകയുണ്ടായി. അതുകൂടി കണക്ട് ചെയ്ത് ഇതിനു കൂടെ പറയാം. ആദ്യമായി ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ചർച്ചയ്ക്കകത്ത് ശാന്തമായി നിൽക്കുന്നത് ആരുടെയും ഔദാര്യ സമയത്തിന് വേണ്ടിയല്ല. മാന്യമായ ഒരു ചർച്ച നടന്നു പോകണമെന്ന് എന്നെ ഇങ്ങോട്ട് പ്രതിനിധിയായി അയച്ച പ്രസ്ഥാനം എനിക്ക് സൂചന തന്നതിൻ്റെ ഭാഗമാണ്. തർക്കങ്ങൾക്കും വേദികൾക്കും അല്ലെ ഇത്രയും പൊതുജനങ്ങൾ വിളിച്ചിരുത്തി കൊച്ചുകുട്ടികൾ പോലെ തർക്കിക്കേണ്ട ഒരു വേദിയല്ലെന്നുള്ള അവബോധത്തോടെയാണ് ആരെയും പേടിച്ചിട്ടല്ല ശാന്തമായി നിൽക്കുന്നത്. നമ്മുടെ വിഷയത്തിലേക്ക് കടന്നു വന്നാൽ ഈ ഡീൽ വളരെ കൃത്യമാണല്ലോ. നേരത്തെ അവതാരകൻ സൂചിപ്പിച്ചത് നമുക്കറിയാം. 2023 ഓഗസ്റ്റ് മാസത്തിൽ AC മൊയ്തീൻ്റെ വീട് റെയ്ഡ് നടത്തി. ആദ്യം 22 ലക്ഷം രൂപ തെക്കുംകര ഗ്രാമപഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്ന പരസ്പര ഗ്രാമോദ്ധരണ സഹകരണ സംഘത്തിൽ നിന്നും രേഖകളില്ലാത്ത, അതായത് 21 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞാനും AC മൊയ്തീനും ഒരേ സമയത്ത് മത്സരിക്കുമ്പോൾ ഞങ്ങൾ കൊടുത്ത എല്ലാ സ്ഥാനാർത്ഥികളും കേരളത്തിൽ കൊടുത്ത അഫിഡവിറ്റിൽ AC മൊയ്തീൻ കാണിക്കാത്ത 22 ലക്ഷം രൂപ ED പിടിച്ചെടുക്കുകയും അതിനുശേഷം അതിൻ്റെ വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം വിവിധ ബാങ്ക് അക്കൗണ്ടിൽ അത് 40 ലക്ഷം രൂപയുണ്ടെന്ന് തീരുമാനിക്കപ്പെടുകയും ആ EDക്ക് ബന്ധപ്പെട്ട കോടതിയിൽ അതിന് ഉത്തരവ് കൊടുക്കുകയും അത് ബന്ധപ്പെട്ട അതോറിറ്റി അംഗീകരിക്കുകയും ചെയ്തിട്ട് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ 48-ാം മണിക്കൂറിലേക്ക് കടക്കുമ്പോൾ ഇപ്പോൾ പറയുന്നത് പിണറായി വിജയൻ്റെ വീട്ടിലേക്ക് ED വരും, AC മൊയ്തീൻ്റെ വീട്ടിലേക്ക് ED വരും. ഇതല്ലേ പകൽ വെളിച്ചം പോലെ ഡീൽ? ഞങ്ങൾ EDയെ കൊണ്ടുവരും, നിങ്ങൾ സറണ്ടർ ചെയ്യണം. റിയാസ് മൗലിയുടെ വധം കോടതിയിൽ ചെന്നപ്പോൾ സംഘപരിവാരകാരൻ അതിൽ പ്രതിയായപ്പോൾ കോടതി തന്നെ പറഞ്ഞു, ഇടതുപക്ഷം നേതൃത്വം കൊടുക്കുന്ന പ്രോസിക്യൂഷനോട് പറഞ്ഞു, കേരളത്തിൻ്റെ ചരിത്രത്തിൽ പ്രോസിക്യൂഷൻ ഇത്രയേറെ തകർക്കപ്പെട്ട ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ലെന്ന്. ഇതിനേക്കാൾ പരസ്യമായ ഡീൽ മലയാളി എങ്ങനെയാണ് കാണുക? അതിൻ്റെ വളരെ കൃത്യമായ രൂപമാണ് ഇവിടുത്തെ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി KM മുരളീധരൻ അവതരിപ്പിച്ചത്. മറ്റൊന്നും എനിക്ക് മുന്നേ സംസാരിച്ച നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സഖാവ് പറഞ്ഞു കേട്ടു, 2014 390 രൂപയാണ് ഗ്യാസ് ഈ BJP വന്നിട്ട് അതിന് ഗ്യാസിൻ്റെ വില കൂട്ടിയെന്ന്. സഖാവ് ഒന്ന് ഓർക്ക്, 2014 അങ്ങ് തലസ്ഥാനത്ത് മൈതാനത്ത് ഒരു ഉപവാസം നടന്നിരുന്നു അണ്ണാ ഹസാരയുടെ നേതൃത്വത്തിൽ. അതിന് തൊട്ടടുത്ത് വലതുവശത്തിരുന്ന ആളുടെ പേരെന്താണ് അറിയുമോ? അരുൺ ജെയ്റ്റ്ലി. അതിനപ്പുറത്തിരുന്ന ആളുടെ പേരാണ് എന്തെന്നറിയുമോ? വയനാട്ടിൽ നിങ്ങൾ മത്സരിക്കുന്ന ആനിരാജിലെ രാജ. അതിനിപ്പുറത്തിരുന്ന ആരാളെന്നറിയുമോ? പ്രകാശ് കാരാട്ടിൻ്റെ ഭാര്യ വൃന്ദ കാരാട്ട്. നിങ്ങൾ അന്ന് ഒക്കെ ചെങ്ങായി 2014 2ാം UPA സർക്കാരിനെ ഒരുമിച്ചിരുത്തി സമരം നടത്തി താഴെ ഇറക്കി 10 കൊല്ലം ഇന്ത്യൻ ജനത ദുരിതമനുഭവിച്ചപ്പോൾ കണ്ണിലേക്ക് വരെ കടന്നു വരുന്നു. മികേഷ് ഒരു മിനിറ്റ് കൂടി എനിക്ക് വേണം. മറ്റൊന്ന്, കാർഷിക രംഗത്തെ വിപ്ലവകര മാറ്റം അറിയുമോ സഖാവിന്? നമ്മുടെ VS സുനിൽകുമാർ എന്ന് പറയുന്ന കാർഷിക മന്ത്രി അദ്ദേഹം മന്ത്രിയായിരുന്ന സമയത്ത് നിയമസഭയിൽ ഐക്യകണ്ഠന തീരുമാനമെടുത്തു. എന്താണെന്ന് തീരുമാനം എന്നറിയോ? UDFൻ്റെയും LDFൻ്റെയും MLAമാർ ഒന്നിച്ചെടുത്ത തീരുമാനമുണ്ട്. എന്താണെന്നറിയുമോ? കാർഷിക വായ്പയ്ക്ക് 4% പലിശയ്ക്ക് ആ പദ്ധതി നിലനിർത്തണം. എന്താ ആ പദ്ധതി നിലനിർത്തണം എന്ന് പറയാൻ കാരണം? അന്നത്തെ കേരളത്തിൻ്റെ കാർഷിക വകുപ്പ് മന്ത്രി കേന്ദ്ര സർക്കാരിലേക്ക് എഴുതി, ഇവർ സംഘപരിവാർ വിരുദ്ധ പോരാട്ടം നടത്തുമെന്ന് പറയുന്ന ആ സംഘപരിവാർ സർക്കാരിലേക്ക് എഴുതി 4% കേരളത്തിൽ കാർഷിക വായ്പ കൊടുക്കാൻ പാടില്ലെന്ന് കത്തെഴുതിയപ്പോൾ
ആ കത്തിനെതിരെ ഐക്യ ജനാധിപത്യ മുന്നണിയെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും അന്നത്തെ നിയമസഭയിലെ അംഗങ്ങൾ പ്രമേയം പാസാക്കി ക്യാൻസൽ ചെയ്ത ആ സുനിൽ അതൊരു ആരോപണമായതുകൊണ്ട് സന്ദീപിന് മാത്രം മറുപടി പറഞ്ഞതിന് ശേഷം നമുക്കിവിടെ നിരവധി പേർ ചോദിക്കാനുണ്ട്. ചുരുക്കി പറയണം, അതൊരു ഇടതിനെതിരെ UDF-ഉം NDA-യും ഉയർത്തുന്ന ഒരു ആരോപണമാണത്. കർഷകർക്ക് വായ്പ ലഭിക്കുന്നതിൽ തടസ്സം നിന്നു എന്നുള്ളത്. അതിന് സന്ദീപ് ചുരുക്കി ഒന്ന് പറഞ്ഞതിന് ശേഷം കൊണ്ട് പോകും. VS സുനിൽകുമാർ കർഷകർക്കെതിരെ നിൽക്കുമെന്ന് പറഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്ന മലയാളികൾ ആരും അത് വിശ്വസിക്കുകയില്ല. കാരണം അത്രമാത്രം കർഷകരെ ചേർത്തുപിടിച്ച, അവർക്ക് സഹായങ്ങൾ ഉറപ്പാക്കിയ, പുതിയ പദ്ധതികൾ അവതരിപ്പിച്ച കൃഷിവകുപ്പ് മന്ത്രിയാണ് VS സുനിൽകുമാർ. ഈ കാർഷിക മേഖലയിലെ വായ്പകളുമായി ബന്ധപ്പെട്ട് കിസാൻ ക്രെഡിറ്റ് കാർഡ് KCC എന്ന പേരിൽ ഒരു സംവിധാനം നിലവിലുണ്ട്. ആ കിസാൻ ക്രെഡിറ്റ് കാർഡ് വഴി ജാമ്യമില്ലാതെ 1,60,000 രൂപ വായ്പ കിട്ടാൻ ഇടയാകുന്ന സാഹചര്യം ഈ കേരളത്തിലുണ്ട്. അതോടൊപ്പം തന്നെ 4% വായ്പയ്ക്ക് ഗോൾഡ് ലോൺ അനുവദിക്കപ്പെടാറുണ്ട് കർഷകർക്ക്. പലപ്പോഴും അനർഹരായ ആളുകൾ കാർഷിക വായ്പ എന്ന പേരിൽ 4% സ്വർണം പണയം വെച്ച് വായ്പ സ്വീകരിക്കുന്ന സാഹചര്യം കേരളത്തിലുണ്ടായി. അപ്പോൾ ബാങ്കുകൾ പലപ്പോഴും കാർഷിക വായ്പ നൽകാൻ 18%-ലധികം കാർഷിക വായ്പകൾ നൽകണം എന്ന് റിസർവ് ബാങ്കിൻ്റെ കർശനമായ നിർദ്ദേശമുണ്ട്. ബാങ്കുകൾക്ക് പലപ്പോഴും താല്പര്യം കർഷകർക്ക് പലിശരഹിത വായ്പ നൽകുന്നതിനേക്കാൾ ഈ അനർഹരായ ആളുകൾക്ക് 4% ഗോൾഡ് ലോൺ പണയം വെച്ച് പണം കൊടുക്കാനാണ്. 4% പണയം വെച്ച് പണം വാങ്ങുന്ന അനർഹരായ ഒരാൾ അത് 9% മറ്റു ബാങ്കുകളിൽ കൊണ്ടുപോയി നിക്ഷേപമായി ഇൻട്രസ്റ്റ് വാങ്ങുന്ന സന്ദർഭത്തിലാണ് ഇത്തരം ഒരു പരിപാടി നടക്കാൻ പാടില്ല എന്നൊരു നിലപാട്. അല്ലാതെ ഈ വായ്പയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു തടസ്സവാദം VS സുനിൽകുമാർ കൊണ്ടുവന്നു എന്ന് CC ശ്രീകുമാറിന് രേഖാമൂലം ഒരേ വിഷയത്തിൽ നമുക്ക് ഒരുപാട് സമയം പോകാനില്ല. കാരണം കുറച്ച് പേരുടെയെങ്കിലും ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടതുണ്ട്. ആരോടാണ് ചോദ്യം? ചുരുക്കി ചോദിക്കുക. കുറച്ച് നിന്നാൽ ദൃശ്യത്തിൽ ചോദ്യത്തിന് മുമ്പ് ഇപ്പോൾ KP സന്ദീപ് പറഞ്ഞ അവസാനിപ്പിച്ച കാര്യത്തിൽ ഒന്ന് ക്ലാരിറ്റി വരുത്തണം. സാധാരണക്കാരന് മാത്രമാണ് ഈ പറയുന്ന ഈ 4% ലഭിക്കാത്തുള്ളൂ. 1,60,000 മുതൽ 3 ലക്ഷം രൂപ വരെയുള്ള ആളുകൾക്ക് ഈ പറയുന്ന കാർഷിക വായ്പ 4% ലഭിക്കുന്നുണ്ട്. അപ്പോൾ സാധാരണക്കാരന് കിട്ടുന്ന ഈ പറയുന്ന പാവപ്പെട്ടവൻ്റെ ചെറിയ ആവശ്യങ്ങൾ, ആ ആവശ്യങ്ങൾ ഇവിടുത്തെ വലിയ ഫിനാൻസ് കമ്പനികളിൽ നിന്ന് കാശ് മേടിച്ചിട്ടാണ് സുനിൽകുമാറിനെ പോലെയുള്ള ആളുകളെ തീരുമാനമെടുത്ത് എല്ലാവർക്കും അറിയാം. പിന്നെ നിങ്ങളോട് 3 പേരോടും കൂടിയിട്ട് ചോദ്യമാണ്. ആ ചോദ്യങ്ങളിൽ ഇവിടെ ദാരിദ്ര്യത്തെക്കുറിച്ച് ഇവിടെ സൂചിപ്പിക്കേണ്ടായി. ഇപ്പോൾ വേൾഡ് ഹങ്കർ ഇൻഡെക്സ് പുറത്തു വന്നു. അതിൽ 125-ാമത്തെ 125 രാജ്യങ്ങളുടെ പട്ടിക എടുത്തപ്പോൾ 111-ാമത്തെ രാജ്യമായിട്ട് ഇന്ത്യ മാറിയിരിക്കുകയാണ്. ഇവിടെ 65,000 ആളുകൾക്ക് അതിദരിദ്രം എന്ന് പറയുന്നു. ഇവിടെ പാവപ്പെട്ടവന് വേണ്ടി ഒന്നും ചെയ്യാത്ത ഈ 2 പേരിൽ നിന്ന് അതിദരിദ്രരും അതുപോലെ തന്നെ പാവപ്പെട്ടവൻ്റെ കാര്യങ്ങളിൽ ഇടപെട്ടു എന്നും പറയുമ്പോൾ ഇവിടെ CC ശ്രീകുമാറിനോട് ചോദിക്കാനുള്ളത്, ലോകത്തിലെ ഏറ്റവും വലിയ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയായ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അവതരിപ്പിച്ചതാണ് നിങ്ങൾ. അപ്പോൾ ആർക്കാണ് ഈ പറയുന്ന പാവപ്പെട്ടവനോടൊപ്പം അല്ലെങ്കിൽ ദരിദ്രന് വേണ്ടിയിട്ട് നിൽക്കാൻ സാധിക്കുക എന്നുള്ളത്? ഈ 3 പേരും ഇതിന് മറുപടി പറയണം. ഇന്നത്തെ ദാരിദ്ര്യ അവസ്ഥക്ക് ആരാണ് കാരണക്കാർ രാജ്യത്തിൻ്റെ? അത് നമുക്ക് ആ വിഷയത്തിലേക്ക് 3 പേരോടുള്ള ചോദ്യമാണ്. അല്ല, ചോദ്യങ്ങൾ നിരവധിയുണ്ട്. ഗോൾഡ് ലോൺ അത് നേരത്തെ പറഞ്ഞ അവസാനിപ്പിച്ചാണ്. ഒന്നുകൂടി പറഞ്ഞു. നിങ്ങൾക്കുള്ളത് 4% പൊതു അവസരം കൊടുക്കുമ്പോൾ അവർ പറയും. വായ്പ ഇനത്തിൽ ഗോൾഡ് ലോൺ നൽകുന്നുണ്ട് ഈ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ. അത് പലപ്പോഴും അനർഹരായ ആളുകൾ ബാങ്കുകളിൽ പോയി വാങ്ങുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് അനർഹരെ ഒഴിവാക്കി കർഷകർക്ക് വായ്പ നൽകാൻ. നിങ്ങൾ എത്ര ബഹളം വെച്ചിട്ട് കാര്യമില്ല, രേഖകളുണ്ട്. ബാങ്കുകളോട് കർശനമായി കൃഷി വകുപ്പ് പറഞ്ഞു കർഷകർക്ക് ലോൺ കൊടുക്കണം, കർഷകർക്ക് ലോൺ കൊടുക്കണം. അത് കൃഷി വകുപ്പാണ് നിർദ്ദേശിച്ചത്. അതെ, എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. ദേശീയ തലത്തിലുള്ള പല വിഷയങ്ങളും വരും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിലക്കയറ്റത്തെക്കുറിച്ച് പറയും, ദാരിദ്ര്യ രേഖയെക്കുറിച്ച് പറയും, എല്ലാം തീർച്ചയായും വരും. ഒപ്പം ആരോപണത്തിന് നിങ്ങൾ 2 പേര് കൃത്യമായി തന്നെ മറുപടി പറയും. ആരോടാണ് ചോദ്യം? ചുരുക്കി ചോദിക്കണം. NDAയുടെ പ്രതിനിധിയോടാണ് ചോദ്യം. ആരോടാണ്? NDAയുടെ പ്രതിനിധിയോടാണ്. ശരി. കഴിഞ്ഞ 2014 NDA സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ നരേന്ദ്രമോദി കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ വലിയ കുറേ വാഗ്ദാനങ്ങൾ കൊടുത്തിരുന്നു. 50 രൂപയ്ക്ക് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 1 ലിറ്റർ പെട്രോൾ തരും. അതുപോലെ അന്ന് 390 രൂപയാണ് ഗ്യാസിന് വിലയുണ്ടായിരുന്നത് നിലവിൽ. അത് പെട്രോളിന് 62 രൂപയും. ആ ഗ്യാസിൻ്റെ വില ഇനി വർദ്ധിപ്പിക്കില്ല, അത് 400 രൂപയിൽ നിജപ്പെടുത്തി എല്ലാ കുടുംബങ്ങളിലും എത്തിച്ചു കൊടുക്കും. അതുപോലെ ഒരു വർഷം 2 കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും.
അതുപോലെ ഒരു വിദേശത്തുള്ള കള്ളപ്പണം മുഴുവൻ, സ്വിസ് ബാങ്കിലുള്ള മുഴുവൻ കള്ളപ്പണവും കൊണ്ടുവന്ന് ഓരോ അക്കൗണ്ടിലും 15 ലക്ഷം രൂപ നിക്ഷേപിച്ച് തരും. അങ്ങനെ കുറേ വാഗ്ദാനങ്ങൾ തന്നിരുന്നു. അന്ന് ആ വാഗ്ദാനം കേട്ട് ഒരുപാട് പേര് സീറോ ബാലൻസ് അക്കൗണ്ട് എടുത്തു ബാങ്കുകളിലൊക്കെ പോയിട്ട്. ആ അക്കൗണ്ടിലൂടെ 50,000-ൽ മേലെ ശരി ഒന്നും നടപ്പാക്കിയില്ല എന്നുള്ളതാണ് ചോദ്യം. സമയപരിധി നടത്താൻ പറ്റില്ല എന്നുള്ളൊരു സത്യം അതറിയണവർക്ക് അറിയുള്ളൂ. പക്ഷെ പാവപ്പെട്ട ജനങ്ങൾക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഈ രണ്ടാമത് ചോദിക്കട്ടെ നിങ്ങൾ എങ്ങനെ വിഷമിക്കണേ? ബഹളം ഉണ്ടാകില്ല. അതെ, ഈ ചോദ്യം മനസ്സിലായി. അതായത് വാഗ്ദാനം ബഹളത്തിലേക്ക് പോകാൻ കഴിയില്ല. അതെ, ഇരിക്കോ. അതെ, അല്ല നിങ്ങൾ ബഹളം വെക്കല്ലേ. അദ്ദേഹം ചോദിച്ചത് NDA പ്രതിനിധിയോട് മനസ്സിലാവുന്നുണ്ട്. മനസ്സിലാവും. അത് അങ്ങിരിക്കോ. അതായത് എനിക്ക് പ്ലീസ് ഒരു നിമിഷം അവർക്ക് മറുപടി പറയാൻ അവസരം നൽകൂ. അദ്ദേഹം ചോദിച്ചത് കൃത്യമാണ്. അതായത് ദേശീയ തലത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തീർച്ചയായും ഗ്യാസും പെട്രോളും അതുപോലെ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നൽകിയ വാഗ്ദാനങ്ങളും എല്ലാം തീർച്ചയായും വിഷയമാകും. അദ്ദേഹത്തിന് അതുമായി ബന്ധപ്പെട്ട് 10-20 കാര്യങ്ങൾ ഇതുപോലെ പോയിന്റ് ഇട്ട് ചൂണ്ടിക്കാണിക്കാനുണ്ടാവും. എന്തായാലും പറഞ്ഞത് ഇത്രയാണ്, വാഗ്ദാനങ്ങൾ നിരവധി തന്നിരുന്നു ഹരി NDA. ആ വാഗ്ദാനങ്ങൾ വളരെ പ്രധാനമായത് അദ്ദേഹം തുടക്കത്തിൽ പറഞ്ഞു. പെട്രോൾ, ഗ്യാസിന്റെ വില, അതുപോലെ തന്നെ കള്ളപ്പണം തിരിച്ചു കൊണ്ടുവരും. ഈ 15 ലക്ഷം ഇപ്പോഴും BJP ട്രോളാൻ ഉപയോഗിക്കുന്നതാണെന്ന് അറിയാമല്ലോ. ഒന്ന് ചുരുക്കി പറയണം. എനിക്ക് ബഹുമാനപ്പെട്ട ചേട്ടനോട് പറയാനുള്ളത്, പെട്രോൾ ഡീസൽ വില വർധനയിൽ വലിയ വാഗ്ദാനങ്ങൾ നൽകി സർക്കാരാണ് നരേന്ദ്രമോദി സർക്കാർ എന്ന് പറഞ്ഞു. 10 കൊല്ലം ഭരിച്ച ചേട്ടൻ്റെ കോൺഗ്രസ് സർക്കാരിനേക്കാളും പെട്രോൾ ഡീസൽ വില പിടിച്ചു നിർത്തിയ സർക്കാരാണ് നരേന്ദ്രമോദി സർക്കാർ. കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കാം. വാജ്പേയി സർക്കാർ നിങ്ങൾക്ക് പരിശോധിക്കാം. വാജ്പേയി സർക്കാർ ബഹളമല്ല. അദ്ദേഹം പറയട്ടെ. പറഞ്ഞോട്ടെ. അദ്ദേഹത്തിന് പറയാനുള്ള അവസരം നൽകൂ. പറയൂ. ഇനി പാർലമെന്റിൽ പോയാലുള്ള ചെയ്യാനുള്ള കാര്യത്തിന് റിഹേഴ്സൽ ആയിക്കോളൂ, കൂവിക്കോളൂ, കുഴപ്പമില്ല. പറയാനുള്ളത് പറയും. 2004 വാജ്പേയി സർക്കാർ ഇറങ്ങിപ്പോകുമ്പോൾ പെട്രോളിന്റെ വില 35 രൂപയാണ്. 2014 10 കൊല്ലം ഡോക്ടർ മൻമോഹൻ സിംഗ് സാമ്പത്തിക വിദഗ്ധൻ ഇറങ്ങി പോകുമ്പോൾ പെട്രോളിന്റെ വില 73 രൂപ. അതായത് 10 വർഷം കൊണ്ട് രാജ്യത്ത് ഇരട്ടിയിലേറെ പെട്രോൾ വർദ്ധിപ്പിച്ച ഒരു സർക്കാരിന്റെ പ്രതിനിധിയാണ്. അതായത് 73 രൂപ. നിങ്ങൾക്ക് പരിശോധിക്കാം, കണക്കുകൾ പരിശോധിക്കാം. 10 കൊല്ലം കൊണ്ട് മൻമോഹൻ സിംഗ്. അപ്പൊ നിങ്ങളല്ലേ പറഞ്ഞ് ചോദ്യം ചോദിക്കാൻ ചോദ്യം ചോദിക്കുമ്പോ മറുപടി പറയണം. 2004 ഇറങ്ങിപ്പോകുമ്പോ 35 രൂപയാണ് പെട്രോളിന്റെ വില. മൻമോഹൻ സിംഗ് സർക്കാർ 10 കൊല്ലം ഇന്ത്യ ഭരിച്ചിറങ്ങി പോകുമ്പോൾ 73 രൂപയാണ് പെട്രോളിന്റെ വില. അതായത് പെട്രോളിന്റെ വില ഇരട്ടിയിലധികം വർദ്ധിപ്പിച്ച ഒരു കോൺഗ്രസ് സർക്കാർ. അതായത് ഏതാണ്ട് 100-ലധികം ശതമാനത്തോളം പെട്രോൾ വില വർദ്ധിപ്പിച്ച ഒരു സർക്കാരായിരുന്നു മൻമോഹൻ സർക്കാർ. അവിടെ നിന്ന് പെട്രോൾ വിലയിലുള്ള വർധനയുടെ നിരക്ക് കുറയ്ക്കാൻ ഈ പെട്രോൾ, ഗ്യാസ് ഉൾപ്പെടെ നിരവധി പോയിന്റുകൾ അദ്ദേഹം പറയുകയുണ്ടായി. ഇതിനെല്ലാം കണക്കിട്ട് അക്കമിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് അതിനുള്ള സമയപരിമിതിയില്ല, പരിമിതിയുണ്ട്. അതായത് ഇപ്പോൾ ഒരു നിമിഷം അദ്ദേഹം പറയട്ടെ. ഒരു നിമിഷം പറയുന്നുണ്ടല്ലോ, നിൽക്കുന്നു. അങ്ങനെ ഒരാൾക്ക് മാത്രം സമയം തരാൻ കഴിയില്ല. ഇത്രയേ ഉള്ളൂ. അതായത് കഴിഞ്ഞ തവണ നൽകിയ വാഗ്ദാനങ്ങൾ എന്തുകൊണ്ട് പാലിച്ചില്ല എന്ന് വോട്ടർമാർ ചോദിക്കുമ്പോൾ ഒറ്റ വാക്കിൽ എന്താണ് പറയാനുള്ളത്? അങ്ങനെ പറയൂ. അല്ല, അങ്ങനെ സാങ്കേതികമായി പെട്രോളിന്റെ വില മൻമോഹൻ സിംഗ് സർക്കാരിന്റെ വർധന നിരക്കിനേക്കാൾ കുറയ്ക്കാനായിട്ട് നരേന്ദ്രമോദി സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, നിങ്ങൾ ചോദിച്ച കാര്യത്തിന് തൊഴിൽ നൽകുന്ന 2 കോടി 1 കോടി റോസ്ഗാർ തൊഴിൽ യോജന വഴി. നിങ്ങളുടെ ഒരു MP-യുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് കേന്ദ്ര തൊഴിൽ മന്ത്രി പാർലമെന്റിൽ അവതരിപ്പിച്ച മറുപടിയാണ്, കേന്ദ്ര റോസ്ഗാർ തൊഴിൽ യോജന പ്രകാരം 1 കോടി യുവാക്കൾക്കാണ് ഭാരതത്തിൽ തൊഴിൽ നൽകിയത്. ഇത് ഞാൻ പറയുന്ന രേഖയല്ല, പാർലമെന്റിന്റെ രേഖയിലുള്ളതാണ്. 1. 2. 3.5 കോടി ജനങ്ങൾക്ക് സ്കിൽ ലേബർ പ്രകാരം അവരെ സ്വയം തൊഴിലിന് പ്രാപ്തരാക്കിക്കൊണ്ട് അവർക്ക് മുദ്രാ ലോൺ അനുവദിച്ച സർക്കാരാണ്. തത്വത്തിൽ 4.5 കോടി യുവാക്കൾക്ക് ഈ കാലയളവിനുള്ളിൽ തൊഴിൽ നൽകിയ അതിലെ 11 ലക്ഷം തൊഴിലുകൾ ഗവൺമെന്റ് സെക്ടറിലാണ്. അങ്ങനെ 11 ലക്ഷം ഒന്ന് ഇടപെടുന്നുണ്ട്. കാരണം അത് ഇവർ പറയുന്നത് പ്രസക്തമാണ്. അതായത് ഒരു നിമിഷം, സാങ്കേതികമായി ഇങ്ങനെ അക്കമിട്ട് പറയാനുള്ള സമയം നമുക്കില്ല എന്നുള്ളത് കൃത്യമാണ്. നമുക്ക് മറുപടി പറയണമെങ്കിൽ ചില കണക്കുകൾ സൂചിപ്പിക്കാൻ സാധിക്കില്ല. അപ്പൊ ഞാൻ മൊത്തത്തിൽ പറയാം. ഏതാണ്ട് 3.5 കോടി യുവാക്കൾക്ക് ഈ കാലയളവിനുള്ളിൽ പിന്നെ സർക്കാർ സെക്ടറിലും അല്ലാതെയും തൊഴിൽ നൽകിയ സർക്കാരാണ്. ശരി, അല്ല എന്തായാലും നമുക്ക് ചോദ്യമുണ്ടോ? ചോദ്യങ്ങളിലേക്ക് പോകാം. നമുക്കൊരു ബഹളം വേണ്ട. നിൽക്കൂ. ആരോടാണ് ചോദ്യം? ചുരുക്കി ചോദിക്കണേ. ഞങ്ങൾക്ക് ആരോടാണ്?
CC ശ്രീകുമാറിനോടും ഹരിയോടും കൂടിയിട്ടാണ് ചോദ്യം. ഞങ്ങൾക്ക് ഈ മണ്ണിൽ ചവിട്ടി നിൽക്കുന്ന സമയത്ത് ഇത് ഗാന്ധിജി വന്നിട്ട് പ്രസംഗിച്ച ഞങ്ങൾക്കൊരു ഉൾപ്പുളകം, ഞങ്ങൾക്കൊരു ആവേശമുണ്ട്. ഹരിയുടെ സംസാരിച്ച് തുടങ്ങിയപ്പോൾ പറഞ്ഞത് ഇവിടുന്ന് ജനപ്രതിനിധികളെ തെരഞ്ഞെടുത്ത് പാർലമെന്റിലേക്ക് അയച്ചു കഴിഞ്ഞാൽ അത് ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിൽ മുദ്രാവാക്യം വിളിക്കാൻ. ഹരി ആ പോരാട്ടത്തെ അത്ര ചെറുതാക്കി കാണിക്കൊന്നും വേണ്ട. ഈ രാജ്യം അപകടത്തിലാവുന്ന സമയത്ത് നടത്തിയിട്ടുള്ള മുഴുവൻ പോരാട്ടങ്ങൾക്കും ഊർജ്ജം തന്നെയാണ് ഗാന്ധി. നിങ്ങൾക്കത് ചെറുതായിട്ട് വെടിവെച്ചുകൊണ്ട ആളാണ്, ഞങ്ങൾക്കത് അങ്ങനെയല്ല. ചോദ്യം ചോദിച്ചില്ല. ഗാന്ധിയെ കൊന്നത് RSS അല്ല, സുപ്രീം കോടതിയിൽ വിധിയുണ്ട്. നിങ്ങളാന്ന് പറഞ്ഞാൽ ആൾക്കാരെ ചോദ്യത്തിലേക്ക് വരാം. ഞാൻ ഹരി പറഞ്ഞ വിവരക്കേട് വിളിച്ചു ചോദിക്കൂ. ചോദ്യം ഇത്രയുള്ളൂ. ചേട്ടാ അത്ര വിവരം ചോദിക്കൂ. അങ്ങനെ വിവരസമ്പന്നമായിട്ട് ചോദ്യം ഇത്രയുള്ളൂ. ഈ രാജ്യത്തെ ബാബരി മസ്ജിദ് അടക്കമുള്ള താഴികക്കുടങ്ങള് തച്ച് തകർത്തുകൊണ്ട് മധുര കാശി ബാക്കി ഹെ എന്നാൽ ആർത്തു വിളിക്കുന്ന സംഘപരിവാരം, ഈ രാജ്യത്തെ എഴുത്തുകാരനോട് എഴുത്ത് വേണോ കഴുത്ത് വേണോ എന്ന് ചോദിക്കുന്ന സംഘപരിവാരം. എന്താ ഉദാഹരണങ്ങൾ? കൽബുർഗിയെ കൊന്നില്ല, പൻസാരയെ കൊന്നില്ല, ഗൗരി ലങ്കേഷ് ചോദിക്കേണ്ട സുഹൃത്തെ. അസഹിഷ്ണുത നിങ്ങൾ പാർലമെന്റിൽ കാണിക്കൂ. ഒരു കഷ്ണം ബീഫും കൊണ്ട് ഉത്തരേന്ത്യൻ തെരുവിലേക്ക് ഇറങ്ങിയാൽ കഴുത്തു പോകുന്ന ഉത്തരേന്ത്യ. എന്ത് സന്ദേശമാണ് നിങ്ങൾ? ചോദ്യം വ്യക്തമാണ്. അതായത് ന്യൂനപക്ഷങ്ങൾക്ക് എന്ത് സുരക്ഷയാണ് BJP നേതൃത്വം നൽകുന്ന NDA മുന്നണി നൽകുന്നത് എന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കക്ഷിയോടാണ് ചോദ്യം. അതുകൊണ്ട് ഹരിയിലേക്ക് തന്നെ ആ ചോദ്യം ആയതുകൊണ്ട് സമയം കൊടുക്കുന്നത് പറയും. ചുരുക്കി പറയാം. ഇതിനകത്ത് ഞാൻ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിലുള്ള സമരത്തെ ഒരു തരത്തിലും വില കുറച്ച് കണ്ടിട്ടില്ല. അങ്ങ് അത് തെറ്റായി എടുത്തതാണ്. ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ സമരം ചെയ്യാനും പുറകിലെ ബെഞ്ചിലിരുന്ന് കൂവാനുമാണ് ഈ തൃശ്ശൂരിൽ നിന്ന് ഇന്ത്യ മുന്നണിയിൽപ്പെട്ട ഒരു സ്ഥാനാർത്ഥി ജയിച്ചാൽ സാധിക്കുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത്. അതിനെ സാധിക്കുള്ളൂ, അതിലൊരു സംശയം. കക്ഷികളുടെ പ്രതിനിധികളുണ്ട്, ദയവ് ചെയ്ത് വീണ്ടും അതിലേക്ക് വരരുത്. ഞാൻ മറുപടി പറയട്ടെ. ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിൽ സമരത്തിന് വില കുറച്ച് കണ്ടതല്ല. ഇവിടെ നിന്ന് ഇന്ത്യ മുന്നണിയുടെ ഒരു സ്ഥാനാർത്ഥി ജയിച്ചാൽ അവരെ കൊണ്ട് ഇതേ സാധിക്കൂ. അതിനു പകരം തൃശ്ശൂരിലേക്ക് വികസനം കൊണ്ടുവരാൻ ഒരു സ്ഥാനാർത്ഥിയെ ന്യൂനപക്ഷങ്ങൾക്ക് എതിരായിട്ട് ബാബറി മസ്ജിദിനെ സംബന്ധിച്ചിടത്തോളം തീരുമാനമെടുത്തത് സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതി എടുത്ത തീരുമാനത്തിന്റെ വിധി നടപ്പിലാക്കൽ മാത്രമാണ് നരേന്ദ്രമോദി സർക്കാർ അവിടെ നടപ്പിലാക്കിയത്. പിന്നെ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. അയോധ്യയിൽ പണിതുയർന്ന രാമക്ഷേത്രം ഞങ്ങൾ ഓരോ ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളവും അഭിമാന സ്തംഭമാണ്. അത് പറയാൻ ഞങ്ങൾക്ക് ഒരു മടിയില്ല. തെരഞ്ഞെടുപ്പ് പത്രികയിൽ അതായത് ചോദ്യം പ്രസക്തമാണ്. നിങ്ങളെ ഓരോ വോട്ടർമാരും ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കാം. അത് പറയട്ടെ. ന്യൂനപക്ഷങ്ങൾക്ക് എന്ത് സുരക്ഷ? ന്യൂനപക്ഷങ്ങൾക്കെതിരായി BJP നടത്തിയ ഒരു പോരാട്ടമല്ല അയോധ്യയിലെ രാമക്ഷേത്രം. പിന്നെ മറ്റ് സ്ഥലങ്ങളിൽ ഇങ്ങനെ ലോകത്തുള്ള എല്ലാ പള്ളിയും പൊളിച്ചിട്ട് അമ്പലം പണിയാനായിട്ട് BJPക്ക് ഒരു അജണ്ടയില്ല. രാഷ്ട്രീയ സ്വയംസേവക സംഘം, ഞങ്ങളുടെ സംഘടനയുടെ മാതൃസംഘടനയുടെ ദേശീയ അധ്യക്ഷൻ സർസംഘചാലകൻ തന്നെ പറഞ്ഞു കഴിഞ്ഞു, ഇനി ഒരു പള്ളിയിലോ ഒരു മോസ്കിലോ പോയി ശിവലിംഗം തപ്പേണ്ട കാര്യം ഞങ്ങളുടെ സംഘടനയ്ക്കില്ല. ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട് അതാണ്. അതുകൊണ്ട് ഒരു ആശങ്കയും വേണ്ട. ഒരു ന്യൂനപക്ഷങ്ങൾക്കെതിരായും ഞങ്ങൾ പോയി പരിശോധിക്കണം പറഞ്ഞ ആളുകൾ കൂട്ടത്തിൽ ഹിന്ദു ഐക്യവേദിയുടെ പാലയൂർ പള്ളിയിൽ ശിവലിംഗമുണ്ട് എന്ന് RV ബാബു പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുരേഷ് ഗോപി അതിന്റെ നിലപാട് കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. പാലയൂർ പള്ളിയല്ല, താങ്കൾ ഇടപെടും ചെയ്യുക, പിന്നെ രാഷ്ട്രീയ ചർച്ചയുടെ മാന്യതയെ കുറിച്ച് പറയും ചെയ്യാം. രണ്ടും കൂടി നടക്കില്ല സഖാവേ. ഏതെങ്കിലും ഒന്ന് എടുക്കും. പാലയൂർ പള്ളി മാത്രമല്ല സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട്. സുരേഷ് ഗോപി പറഞ്ഞിട്ടില്ലെങ്കിൽ BJPയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ഉത്തരവാദിത്തോട് പറയുന്നു, പാലയൂർ പള്ളിയല്ല, പുത്തമ്പള്ളിയല്ല, ഏത് ക്രിസ്ത്യൻ പള്ളിക്ക് നേരെ ഇവിടെ ആരുടെ കൈ ഉയർന്നാലും അത് വെട്ടിയെറിയാൻ ഇവിടെ ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടാവും. ഇവിടെ ഒരാൾ ചോദിക്കുന്നുണ്ട്. അദ്ദേഹം ഹരി ഹലോ, ചോദിക്കാവോ? ഓക്കെ. എനിക്ക് NDAയുടെ സുഹൃത്തിനോടും സുഹൃത്തിനോടും ചോദിക്കാനുള്ള ഒരു കാര്യം, സുരേഷ് ഗോപിയോട് മണിപ്പൂരിലെ വിഷയം പറഞ്ഞപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞൊരു കാര്യമുണ്ട്, അത് അവിടുത്തെ ആണുങ്ങൾ നോക്കിക്കോളും. അപ്പോൾ തൃശ്ശൂരത്തെ കാര്യം തൃശ്ശൂരത്തെ ആണുങ്ങൾക്ക് നോക്കാൻ അറിയാം. മനസ്സിലായില്ലേ?
അതുപോലെ തന്നെ മണിപ്പൂരിലുള്ള സഹോദരിമാർക്ക് ഉടുക്കാൻ ഉടുതുണിയാണ് കൊടുക്കേണ്ടത്. ഇവിടെ തൃശ്ശൂരുകാർക്ക് ഞങ്ങളുടെ മാതാവിന് നിങ്ങളുടെ സ്വർണ്ണക്കിരീടൊന്നും കൊണ്ടുവന്നിട്ട് ഒരു കാര്യമില്ല. രണ്ടാമത്തെ കാര്യം, അടുത്ത കാര്യം പറയാം. അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന ജന്മത്തിൽ പൂണൂലിട്ട് ഉയർന്ന വിഭാഗത്തിൽ ജനിക്കണം എന്ന് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന നമ്മളെ പോലുള്ളവരൊക്കെയായി പൊട്ടന്മാരായി പറയുന്നു. അടുത്തത് UDFന്റെ എന്റെ ചോദ്യം പൂർത്തീകരിച്ച് നിങ്ങൾ പറഞ്ഞോ. UDFന്റെ സുഹൃത്തിനോടാണ് ചോദിക്കുന്നത്. നമ്മളിവിടുന്ന് മൈക്ക് കണക്ഷൻ ഇടയ്ക്ക് പോകുന്നുണ്ട്. നമ്മളിവിടുന്ന് കേരളത്തിൽ നിന്ന് UDFന്റെ 19 MP കേന്ദ്രത്തിൽ പോയി. ഇവിടെ ഇപ്പോൾ പൗരത്വ ബില്ലിനെതിരെ UDFകാർ തെരുവിലിറങ്ങി ഞങ്ങൾ സമരം ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടുള്ള കോലാഹലം സൃഷ്ടിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഈ 19 MP നുണ പറയേണ്ട തെളിവുണ്ട്. കേന്ദ്രത്തിൽ ഇതിനെതിരെ വോട്ട് ചെയ്തിട്ടില്ല. കുഞ്ഞാലിക്കുട്ടി അന്നേ ദിവസം അവിടേക്ക് വന്നിട്ടുമില്ല. ഹലോ മനസ്സിലാവും. രണ്ടുപേരാണ് ചെയ്ത്. ഹരി കുറേ അധികം മറുപടി പറഞ്ഞു. ശ്രീകുമാർ പറയട്ടെ. ശ്രീകുമാർ പറയും. ആദ്യം ഈ സുഹൃത്ത് പറഞ്ഞ കാര്യത്തിലേക്ക് ആദ്യം കടക്കാം. CAA പൗരത്വ ഭേദഗതി നിയമത്തിൽ ആദ്യത്തെ പ്രമേയം അങ്ങ് പരിശോധിച്ചോളൂ. പാർലമെൻറ്റിൻ്റെ ഡോക്യുമെൻ്റ് വെച്ച് പരിശോധിച്ചോ. അല്ലാതെ എൻ്റെ ഇടതും വലതിരിക്കുന്ന ആളുകൾ പറഞ്ഞ ഡാറ്റയല്ല. പാർലമെൻറ്റിൻ്റെ PRS എടുത്ത് പരിശോധിക്കുക. ആദ്യത്തെ പ്രമേയം തിരുവനന്തപുരം MP ശശി തരൂരിൻ്റെയാണ്. ഇത് ഞാനും നിങ്ങളും ഇന്ന് ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയയിലെ ഫാക്ട് ചെക്കിംഗ് വരെ നടത്തി പുറത്തു വന്നതാണ്. 80 പേരാണ് വോട്ട് ചെയ്തത്. ഇനി UDFൻ്റെ 19 MP പോരാട്ടം. 5 തവണയാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് പോയ MP സസ്പെൻഷൻ മേടിച്ചത്. ഡേറ്റുകൾ കൃത്യമായിട്ട് പറഞ്ഞു തരാം. കൃത്യമായിട്ട് 2019 നവംബർ 25 മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് വിധി അട്ടിമറിക്കാനുള്ള BJP നീക്കത്തിനെ പ്രതിഷേധിച്ചതിൽ തൃശ്ശൂർ MP TN പ്രതാപൻ അടക്കമുള്ള ആളുകൾക്ക് ആദ്യത്തെ സസ്പെൻഷൻ. 2019 ഡിസംബർ 6 BJP MLAയും നേതാക്കളും പ്രതികളായ ഉന്നോവ പീഡന കേസ് അട്ടിമറിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധിച്ചതിന്. ഇനി 2020 മാർച്ച് 5 പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സമരം ചെയ്യുന്നവരെ അടിച്ചമർത്താൻ ഹിന്ദുത്വ ഭീകരർ നടത്തിയ വടക്ക് കിഴക്കൻ ഡൽഹി കലാപം ചർച്ച ചെയ്യുക വിസമ്മതിച്ചതിനെതിരെ പ്രതിഷേധിച്ചതിലെ സസ്പെൻഷൻ. ഇനി 2022 ജൂലൈ 25 വിലക്കയറ്റത്തിനെതിരെ സമരം ചെയ്തതിലെ സസ്പെൻഷൻ. ഇനി അവസാനമായി 2023 ഡിസംബർ 14 രാജ്യത്തെ നടക്കിയ പാർലമെന്റ് ആക്രമണത്തിന്റെ 22 ഇവരെല്ലാം പറയുമ്പോൾ താങ്കൾ ചുരുക്കാൻ പറഞ്ഞില്ല. ഞാൻ നേരത്തെ പറഞ്ഞു വളരെ മാന്യമായി. ഞാൻ നേരത്തെ ശ്രീകുമാറെ ഞാൻ പറയുന്നത് നേരത്തെ ഞാൻ ഒന്നേ അതായത് പോയിന്റ് ഇട്ടുകൊണ്ട് മുഴുവൻ വിശദീകരിക്കാൻ കഴിയില്ലെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ മതി. 2023 ഡിസംബർ 14 രാജ്യം നടക്കിയ പാർലമെന്റ് ആക്രമണത്തിന്റെ 22ാം വാർഷിക ദിനത്തിൽ ലോകത്തിന് മുന്നിൽ ഇന്ത്യ നാണം കെടാനിടയായ സുരക്ഷ അട്ടിമറി വീഴ്ചയിൽ ചേട്ടാ ഈ രാജ്യത്തെ പ്രതിപക്ഷ MP എല്ലാവരും സസ്പെൻഡ് ചെയ്തപ്പോൾ ആലപ്പുഴയിലെ നമ്മുടെ കനല് പാർലമെന്റിലില്ല. പിറ്റേ ദിവസം ചെന്ന് ചോദിച്ചു സ്കൂൾ കുട്ടിയെ പോലെ ടീച്ചറെ ഞാൻ ഇന്നലെ വന്നില്ല, അതുകൊണ്ട് ഇന്നലത്തെ പറയുന്നത് പോലെ ഇന്നലെ ചെയ്ത സസ്പെൻഷനിൽ എന്നെയും കൂടി ഉൾപ്പെടുത്താൻ പറ്റുമെന്ന് പറഞ്ഞ് മലയാളിയെ നാണം കെടുത്തിയ MP ജയിച്ച ചിഹ്നം മുഴുവൻ പോയിന്റിലേക്കും നമുക്ക് പോകാൻ കഴിയില്ല. നേരത്തെ പറഞ്ഞു വെല്ലുവിളിച്ചു പോയ കാര്യം ഞാൻ പറഞ്ഞു വളരെ കൃത്യമായിരുന്നല്ലോ. എന്തിനാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ 1ാം പിണറായി മന്ത്രിസഭയിൽ നിയമസഭയിൽ ഐക്യകണ്ഠന തീരുമാനമെടുത്തത് നമ്മുടെ കാർഷിക വായ്പ 4% നിജപ്പെടുത്തണമെന്ന്? നിലവിലുള്ളത് പദ്ധതിയാണ്, ഒരു പരിപാടിയാണ്. ഞങ്ങൾ ആ റെക്കോർഡിൽ അതില്ലെങ്കിൽ പൊതുപ്രവർത്തനം ഇവിടെ വായ്പ അല്ലാതെ 4% പരിമിതപ്പെടുത്തണമെന്ന് VS സുനിൽകുമാർ എവിടെയും പറഞ്ഞിട്ടില്ല. 4% പലിശ, അതാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് പിണറായി വിജയന്റെ സന്ദീപേ, നമുക്ക് സമയപരിമിതിയുണ്ട്. നമുക്ക് 1 മണിക്കൂറിലേക്ക് ഒരുപാട് വിഷയങ്ങളിലൂടെ കടന്നു പോകാൻ കഴിയില്ല. എന്തായാലും അവർക്ക് പറയാനുള്ളതും അവരുടെ കാഴ്ചപ്പാടുകളും അവരുടെ സ്ഥാനാർത്ഥിയെക്കുറിച്ചും ജയസാധ്യതയെക്കുറിച്ചും എല്ലാം പറഞ്ഞു. പിന്നെ ഒരുപാട് വിഷയങ്ങളിൽ പോയിന്റ് ഇട്ട് നീണ്ടുപോയാൽ നമുക്ക് 1 മണിക്കൂറിലധികം പോവുകയും ചെയ്യും. പക്ഷേ വോട്ടർമാർക്ക് അറിയേണ്ട ഒരു കാര്യമുണ്ട്. 3 കക്ഷികളുടെയും സ്ഥാനാർത്ഥികൾ പ്രഗത്ഭരാണെന്ന് അവർ പറയുന്നു. ഈ സ്ഥാനാർത്ഥികളെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. VS സുനിൽകുമാർ ആയാലും K മുരളീധരനായാലും സുരേഷ് ഗോപി ആയാലും എല്ലാം. ഇവരാര് ജയിച്ചു വന്നാലും ഒരു കക്ഷിയുടെ പ്രതിനിധിയായാണ്
ലോക്സഭയിലെത്തുന്നത്, ഈ മണ്ഡലത്തിൻ്റെ പ്രതിനിധിയായാണ് ലോക്സഭയിലെത്തുന്നത്. എല്ലാം വോട്ടർമാരുടെ കയ്യിലാണുള്ളത്, നമ്മുടെ കയ്യിലൊന്നുമില്ല. ഇവർ ജയിച്ചു വന്നാൽ ഈ കക്ഷിക്കും ഈ സ്ഥാനാർത്ഥികൾക്കും, നിങ്ങൾ 3 പേരും തൃശ്ശൂർ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥികൾക്കൊപ്പം സഞ്ചരിക്കുന്ന വ്യക്തികളാണെന്ന് നമുക്കറിയാം. മണ്ഡലത്തിൽ വോട്ടർമാർക്കായി, ഈ മണ്ഡലത്തിൻ്റെ വികസനത്തിനായി എന്ത് ചെയ്യും എന്നറിയാൻ TCVയുടെ പ്രേക്ഷകർക്കും ഒപ്പം തന്നെ മണ്ഡലത്തിലുള്ളവർക്കും ആഗ്രഹമുണ്ട്. ആ കാര്യം ചുരുക്കി ഒരു 3 മിനിറ്റ് വീതം എടുത്ത് ചുരുക്കി പറഞ്ഞു. ആദ്യം സന്ദീപ് തന്നെ പറഞ്ഞോളൂ. ഒന്നാമതായി VS സുനിൽകുമാർ വിജയിച്ചാൽ എല്ലാ മനുഷ്യർക്കും ഏതു സമയത്തും സമീപിക്കാൻ കഴിയാവുന്ന ഒരു പാർലമെൻറ്റ് മെമ്പർ ആയിരിക്കും. നേരത്തെ ഈ മണ്ഡലത്തിൻ്റെ 2 നിയോജക മണ്ഡലങ്ങളെ പ്രതിനിധാനം ചെയ്ത ഒരാൾ എന്ന നിലയിൽ ആ സന്ദർഭത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ എല്ലാം മനസ്സിലുണ്ട്. പ്രത്യേകിച്ച് തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലം മലയോരം ഉൾക്കൊള്ളുന്ന കാർഷിക മേഖലയുള്ള, കോൾനിലങ്ങളുള്ള, തീരദേശ പ്രദേശങ്ങളുള്ള, ഭൂപ്രകൃതിയിൽ ധാരാളം പ്രത്യേകതകളുള്ള ഒരു പാർലമെൻറ്റ് മണ്ഡലമാണ്. ഈ പാർലമെൻറ്റ് മണ്ഡലത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് മനുഷ്യപക്ഷത്ത് നിന്നുകൊണ്ടുള്ള സുപ്രധാനമായ വികസന പ്രവർത്തനങ്ങൾ VS സുനിൽകുമാറിന് ഏറ്റെടുത്ത് പൂർത്തീകരിക്കുവാൻ കഴിയും. അത് ഒന്ന് തൃശ്ശൂർ നഗരത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളാണ്. മറ്റൊന്ന് ദേശീയപാതകളുടെയും അതോടൊപ്പം തന്നെയുള്ള തീരദേശ മേഖലയെ ഉൾക്കൊള്ളുന്ന പ്രദേശത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലാണ്. കുടിവെള്ളം ഉൾപ്പെടെയുള്ള ജനങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയിലെ വിഷയങ്ങൾ പരിഹരിക്കുന്നതിനുൾപ്പെടെ VS സുനിൽകുമാറിൻ്റെ ഭാഗത്തു നിന്ന് നല്ല ഇടപെടലുകൾ ഉണ്ടാകും എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. നേരത്തെ ചേർപ്പ് MLA ആയിരുന്ന സമയത്ത് തൃശ്ശൂർ പൊന്നാനി കോൾ വികസന പാക്കേജ് കൊണ്ടുവരുന്നതിൽ കാർഷിക സർവകലാശാലയെയും കൃഷി ശാസ്ത്രജ്ഞന്മാരെയും ആ പ്രവർത്തന പദ്ധതിയിലേക്ക് കൊണ്ടുവരുന്നതിൽ മുൻകൈയെടുത്തത് അന്നത്തെ ചേർപ്പ് MLA ആയ VS സുനിൽകുമാറാണ്. പിന്നെ 1ാം UPA ഗവൺമെൻറ് 2ാം UPA ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് തൃശ്ശൂർ പൊന്നാനി കോൾ വികസന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പിന്നെ ഇവിടെ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. അതിൻ്റെ ചെയർമാനായി പിന്നീട് പാർലമെൻറ്റ് മെമ്പറായി പൊന്നാനിയിൽ ET മുഹമ്മദ് ബഷീർ വന്നതിനെ തുടർന്ന് ആ പദ്ധതിയാകെ അവതാളത്തിലാകുന്ന സാഹചര്യം തൃശ്ശൂർ ജില്ലയിലുണ്ടായി. ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, തൃശ്ശൂർ ജില്ലയിലെ കോൾ കർഷകരെ സംബന്ധിച്ച് VS സുനിൽകുമാറിൻ്റെ വിജയം അവരുടെ ജീവിതത്തിൽ ഉൽപ്പാദന വർധനവിന്, കാർഷിക മേഖലയുടെ വലിയ കുതിച്ചുചാട്ടത്തിനുൾപ്പെടെ സഹായകരമായി മാറും. ഏത് കാർഷിക പ്രവൃത്തിയെ സംബന്ധിച്ചാണെങ്കിലും ഈ തൃശ്ശൂർ ജില്ല ഒരു പ്രധാനപ്പെട്ട മേഖലയാണ്. പ്രത്യേകിച്ച് നെല്ലുൽപാദനം ഉൾക്കൊള്ളുന്ന പ്രദേശങ്ങളിൽ ഇപ്പോൾ VS സുനിൽകുമാർ കൃഷിവകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് ചെയ്തുകൊണ്ടിരുന്ന കോൾ വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. എടച്ചാലുകൾ ശക്തിപ്പെടുത്തി, ബണ്ടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ച്, ചെറിയ ചെറിയ തോടുകൾ, അതോടൊപ്പം വലിയ തോടുകൾ ഉൾപ്പെടെ ഡീപ്പൺ ചെയ്തുകൊണ്ട് കൂടുതൽ ജലം ഉൾക്കൊള്ളുന്ന രൂപത്തിൽ നമ്മുടെ ഈ കോൾ നിലങ്ങൾ മാറിക്കഴിഞ്ഞു. കോൾ നിലങ്ങൾ ഒരു ജലസംഭരണിയായി മാറിയാൽ നമ്മുടെ പ്രദേശത്തെ ഭൂപ്രകൃതിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. 250 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഈ കോൾ വികസന പദ്ധതി ഇപ്പോൾ ഇവിടെ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നത്. പഴയ കാലത്തെ പെട്ടിയും പറയും മാറ്റി സബ്മെർസിബിൾ പമ്പ് സെറ്റുകൾ വിതരണം ചെയ്ത് ഈ കോൾ നിലങ്ങളിലാകെ ജലലഭ്യത ഉറപ്പാക്കിയത് VS സുനിൽകുമാർ കൃഷിവകുപ്പ് മന്ത്രിയായിരുന്ന കാലത്താണ്. 1 കോടി പിന്നെ കേരവൃക്ഷം ഈ പിന്നെ പ്രദേശത്തുൾപ്പെടെ നട്ടുപിടിപ്പിച്ചുകൊണ്ട് കേരഗ്രാമം പദ്ധതി കൊണ്ടുവന്നുകൊണ്ട് ഈ പ്രദേശത്തെ വലിയ മാറ്റത്തിലേക്ക് കേരഗ്രാമം ഉൾപ്പെടെയുള്ള പദ്ധതികളിലൂടെ നാളികേര രംഗത്ത് ഉൽപ്പാദനം വർദ്ധിപ്പിക്കുവാൻ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. തീരദേശ മേഖലയെ സംബന്ധിച്ച് ധാരാളം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു കേന്ദ്രമാണ്. ആ തീരദേശ മേഖലയെ മനസ്സിൽ കണ്ടുകൊണ്ട് വൻകിട കോർപ്പറേറ്റ് കമ്പനികൾക്ക് സമുദ്രോൽപ്പന്നങ്ങൾ കൊള്ളയടിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന കാലത്ത് അതിനെതിരായ പോരാട്ടത്തിൽ ജനപക്ഷത്ത് മത്സ്യത്തൊഴിലാളികൾക്കൊപ്പം നിൽക്കാൻ VS സുനിൽകുമാർ. നമുക്കിനി ആരോപണങ്ങളിലേക്ക് പോകാനുള്ള സമയമില്ല, അതുകൊണ്ട് ആ 3 മിനിറ്റ് UDFന്റെ പ്രതിനിധിക്ക് വേണ്ടി എന്ന് പറയാനുണ്ട്. ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി K മുരളീധരൻ ഇവിടെ നിന്ന് വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ ആദ്യം ഇടപെടാൻ പോകുന്നത് ഈ രാജ്യത്തിൻ്റെ തകർന്നടിയപ്പെട്ട മതേതരത്വം, ജനാധിപത്യം അത് പുനഃസ്ഥാപിക്കലാണ് ഞങ്ങളുടെ ഒന്നാമത്തെ പ്രയോറിറ്റി. രണ്ടാമതൊന്ന് നേരത്തെ ഇവിടെ ചർച്ചയിൽ കടന്നുപോയത് നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും വലിയ തൊഴിൽദാതാവായ റെയിൽവേയിലെ എത്ര അപ്പോയിൻമെൻറ്റ് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നടന്നു എന്ന് ഞാനും നിങ്ങളുമൊക്കെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ മതി. രേഖകൾ പരിശോധിച്ചാൽ എന്ത് ചെയ്യുമെന്ന് അതിനെ ശാക്തീകരിച്ച് അത് പാവപ്പെട്ടവനെ, വിദ്യാസമ്പന്നനായ സാങ്കേതിക വൈദഗ്ധ്യമുള്ള നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അതിലേക്ക് പഴയ പോലെ തൊഴിൽ പ്രതീക്ഷിക്കാൻ പറ്റാവുന്ന ആശാ കേന്ദ്രമാക്കി കേന്ദ്ര സർക്കാരിനെ മാറ്റിയെടുക്കും. മറ്റൊന്ന് വിശേഷിച്ച് നമ്മുടെ തൃശ്ശൂരിലെ കാർഷിക മേഖലയിലെ പൊന്നാനി കോൾ വികസന പദ്ധതിയെക്കുറിച്ച് പറഞ്ഞു. UPA സർക്കാരിൻ്റെ സന്തതിയാണ്. ആരൊക്കെ അത് ഏറ്റെടുത്താലും അതിൻ്റെ അച്ഛൻ UPA സർക്കാർ തന്നെയാണ്. കയ്പമംഗലത്ത് കിടക്കുന്ന മന്ത്രിയായാലും, അത് തൃശ്ശൂരിൽ കിടക്കുന്ന സംസ്ഥാന മന്ത്രിയായാലും, അത് PC ചാക്കോവിൻ്റെ നേതൃത്വത്തിൽ ഒരു സമഗ്ര പദ്ധതിക്ക് ഞാൻ അന്ന് ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു.
സമഗ്ര പദ്ധതിക്ക് നേതൃത്വം കൊടുത്ത് വെങ്കിടങ്കാണ് ഇത് ആരംഭിക്കുന്നത്. അതുമായി ബന്ധപ്പെടുത്തി ഇൻ്റഗ്രേറ്റ് ചെയ്ത ഒട്ടനവധി പദ്ധതികളുണ്ടായിരുന്നു. ആ പദ്ധതികളെല്ലാം തന്നെ നമുക്ക് വീണ്ടും UPA സർക്കാർ മുന്നോട്ട് വെച്ച ആ പദ്ധതികളിലേക്ക് നമുക്ക് കടന്നു പോകാം. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ പ്രാദേശിക വികസന പ്രക്രിയ നടക്കുന്നത് ഏതെങ്കിലും MP-യുടെയോ MLA-യുടെയോ വികസന പ്രക്രിയയുടെ ഭാഗമായിട്ടല്ല. ഞാനും നിങ്ങളുമൊക്കെ സ്വപ്നം കണ്ട മഹാത്മാഗാന്ധി നമുക്ക് പഠിപ്പിച്ച വലിയ സ്വപ്നമായ ഗ്രാമസ്വരാജ് സംവിധാനത്തിലാണ്. അതിലാണ് നമ്മുടെ ഗ്രാമീണ സംവിധാനം, ഗ്രാമസ്വരാജ് സംവിധാനം നമ്മുടെ നാട്ടിൽ നിലവിൽ വന്നത്. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് പഞ്ചായത്ത് രാജ് സംവിധാനത്തിലൂടെ നമ്മുടെ ഗ്രാമീണ വികസനം പ്രാദേശിക ആസൂത്രണത്തിൽ നിർവഹണം നടത്താൻ പോയത്. ആ തലത്തിലേക്ക് ഇന്ന് ആ സംവിധാനം അപ്പാടെ തകർന്നിരിക്കുകയാണ്. നമുക്ക് ഒരു സെൻട്രലൈസ്ഡ് നിർവഹണ സംവിധാനം മാറ്റി നമുക്ക് പ്രാദേശിക തലത്തിൽ തൻ്റെ കൃഷി ഇറക്കുന്ന സ്ഥലത്തെ തൻ്റെ പാടത്തെ വെള്ളം എപ്പോഴൊക്കെ നമുക്ക് നഷ്ടപ്പെടുന്നുവോ, എപ്പോഴൊക്കെ നമുക്ക് ലഭ്യമാകണമോ, അതിനൊക്കെ തീരുമാനിക്കപ്പെടുന്നത് പ്രാദേശിക കർഷക സമിതികളാണ്. ഇന്ന് പ്രാദേശിക കർഷക സമിതികളെല്ലാം തന്നെ നോക്കുകുത്തിയായി നിൽക്കുകയാണ്. അതിനെ നമുക്ക് ഗ്രാമസ്വരാജ് സംവിധാനത്തിലേക്ക് അതിലേക്ക് കൊണ്ടുവരണം. അതുപോലെ തന്നെ കുടിവെള്ളത്തിൻ്റെ അപര്യാപ്തത നമുക്കറിയാം. സെൻട്രലൈസ്ഡ് വാട്ടർ സപ്ലൈ സിസ്റ്റം വലിയ പരാജയമായ ഒരു സംസ്ഥാനമാണ് കേരളം. അതിനുശേഷമാണ് നമ്മൾ ഗ്രാമീണ പദ്ധതികൾക്ക് നേതൃത്വം കൊടുത്ത് പഞ്ചായത്ത് രാജ് സംവിധാനത്തിൽ കടന്നു വന്നപ്പോൾ നമുക്ക് വികേന്ദ്ര ആസൂത്രണത്തിൻ്റെ വലിയ സാധ്യത നമുക്ക് നിൽക്കുകയാണ്. ആ വികേന്ദ്ര ആസൂത്രണത്തെ ശക്തിപ്പെടുത്തണം. നമുക്കറിയാം ഇന്ന് അവസാനമായ ഉത്തരവ് നമ്മുടെ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥൻ നമ്മുടെയൊക്കെ വീട്ടിൻ്റെ നികുതി പിരിച്ച് അവൻ്റെ ശമ്പളത്തിന് വേണ്ടി അവൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വത്തിൽ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന പൈസ ഇന്ന് ട്രഷറിയിലിട്ട് പഞ്ചായത്ത് ജീവനക്കാരൻ്റെ ശമ്പളം വരെ മുടങ്ങിയ സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് രാജ് സംവിധാനത്തെ നമുക്ക് ശാക്തീകരിക്കപ്പെടണം. പഞ്ചായത്ത് രാജ് സംവിധാനം ശാക്തീകരിക്കപ്പെടുമ്പോൾ MLA-യും MP-യുടെയും വികസന പ്രക്രിയകൾ അതിലേക്ക് ക്രോഡീകരിക്കാൻ വേണ്ടി ആ തലത്തിലേക്ക് ഗ്രാമസ്വരാജ് സംവിധാനത്തിലേക്ക് ഈ രാജ്യത്തെ മാറ്റി. ശരി NDAയുടെ പ്രതിനിധി അഡ്വക്കേറ്റ് KR ഹരി. സുരേഷ് ഗോപി ജയിച്ച് MP ആയി വന്നാൽ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി കരുവന്നൂരിൽ ലക്ഷങ്ങൾ നഷ്ടപ്പെട്ട, ആയിരങ്ങൾ നഷ്ടപ്പെട്ട സാധാരണക്കാർക്ക് അതേത് വലിയ കള്ളൻ്റെ കയ്യിലായാലും കൃത്യമായ അന്വേഷണം നടത്തി ഹൈക്കോടതിയുടെ മേൽനോട്ടത്തോടുകൂടി ആ പണം ആ കള്ളന്മാരുടെ കയ്യിൽ നിന്നും തിരിച്ചു പിടിച്ച് സാധാരണക്കാരിലേക്ക് എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തും. 2, കാർഷിക മേഖലയിൽ ഞാൻ ആരും വിമർശിക്കുന്നില്ല, റോയൽറ്റി എന്നൊരു സംവിധാനം നടപ്പിലാക്കിയിരുന്നു. അത് പൂർണ്ണ പരാജയമാണ്. കൃഷി ഉടമകൾക്കുള്ള റോയൽറ്റി പൂർണ്ണമായും മുടങ്ങിക്കിടക്കുകയാണ്. കൃഷി ഉടമകൾക്കുള്ള റോയൽറ്റി പുനഃസ്ഥാപിക്കും. 3, ഈ ഡബിൾ കോൾ കൃഷി എന്ന് പറഞ്ഞ ഇരിപ്പ് കൃഷി തൃശ്ശൂരിലെ പാടങ്ങളിൽ നടപ്പിലാക്കിയിരുന്നു. അതിപ്പോൾ സമ്പൂർണ്ണ പരാജയമാണ്. കേരളത്തിലെ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ പല കൃഷിക്കാരും ആ കൃഷി കൃത്യമായി ഇരിപ്പു കൃഷിക്ക് പകരം തൃശ്ശൂരിലെ കോൾപ്പാടങ്ങൾക്ക് അനുസൃതമായ കൃത്യമായ കൃഷി സമ്പ്രദായം നടപ്പിലാക്കും. മറ്റൊന്ന്, ഇപ്പോൾ നടക്കുന്നതിൻ്റെ തുടർച്ചയെന്നോണം ഇപ്പോൾ 400 കോടിയുടെ അമൃത് പദ്ധതി വികസനമാണ് നടന്നത്. 1000 കോടി രൂപയുടെ ഇൻഫ്രാസ്ട്രക്ചർ വികസനം അത് അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തൃശ്ശൂരിലെ കുടിവെള്ള വിതരണത്തിൽ ഉൾപ്പെടെ നരേന്ദ്രമോദി സർക്കാരിൽ നിന്നും തൃശ്ശൂരിലേക്ക് എത്തിക്കാൻ NDAയുടെ MP അല്ലെങ്കിൽ കേന്ദ്രമന്ത്രി ആരായിക്കോട്ടെ അങ്ങനെ വരുന്നയാൾ അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നം നടത്തും. 1000 കോടി രൂപയുടെ ഇൻഫ്രാസ്ട്രക്ചർ. കുടിവെള്ളമില്ലാത്തവർക്ക് ജൽജീവൻ മിഷൻ മുടങ്ങിക്കിടക്കുന്ന സ്ഥലങ്ങളിൽ പുനഃസ്ഥാപിച്ച് മുഴുവൻ പാർലമെൻറ്റ് വീടുകളിലും കുടിവെള്ളം എത്തിക്കും. ഇപ്പോൾ കൃഷി സമ്മാൻ നിധി സീറോ ബാലൻസ് അക്കൗണ്ടിൽ വരുന്ന 6000 രൂപ, ആ 6000 രൂപ വർദ്ധിപ്പിച്ച് 10000 രൂപ കൃഷിക്കാർക്ക് ഒരു ഇടനിലക്കാരൻ്റെയും ശുപാർശയില്ലാതെ അവരുടെ അക്കൗണ്ടിൽ നേരിട്ട് നിക്ഷേപിക്കും. കടലോര മേഖലയിലെ ധീവര സഹോദരന്മാർ, മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ, അവരുടെ ഏറ്റവും വലിയ പ്രശ്നം പുളിമുട്ടോടു കൂടിയ കടൽഭിത്തി. ആ പുളിമുട്ടോടു കൂടിയ കടൽഭിത്തി ചാവക്കാട് മുതൽ വലപ്പാട് വരെ നീണ്ടു കിടക്കുന്ന ഈ പാർലമെൻറ്റ് മണ്ഡലത്തിലെ കോസ്റ്റൽ ബെൽറ്റിൽ പുളിമുട്ടോടു കൂടിയ കടൽഭിത്തി 100 വർഷങ്ങളായി അവരാവശ്യപ്പെടുന്ന അത് 100% പ്രാവർത്തികമാക്കും. അതിനുള്ള പദ്ധതികൾ നടപ്പിലാക്കും. ഇപ്പോൾ നടക്കുന്ന നാഷണൽ ഹൈവേയുടെ വികസനം, ആ വികസനത്തിന് പുറമെ പ്രധാനമന്ത്രി ഗ്രാമീണ സഡക് യോജന പദ്ധതി കൂടുതൽ വ്യാപിപ്പിച്ച് ഈ പാർലമെൻറ്റ് മണ്ഡലത്തിലെ മുഴുവൻ ഗ്രാമങ്ങളിലും റോഡ് എന്ന പദ്ധതി പരിപൂർണമായി 5 വർഷത്തിനുള്ളിൽ ഇവിടെ നടപ്പിലാക്കും. കുടിവെള്ള പദ്ധതിയെക്കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ ഈ സുരേഷ് ഗോപി ജയിച്ച് MP കേന്ദ്രമന്ത്രിയോ ആയി തൃശ്ശൂരിൽ വന്നാൽ ഈ നാട്ടിലെ വയോജനങ്ങൾക്കായി ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതും മുടങ്ങിക്കിടക്കുന്നതുമായ പദ്ധതികൾക്ക് സമഗ്രമായിട്ടുള്ള പുതിയ മാനം നൽകിക്കൊണ്ട് അവയെ ഫലപ്രദമായി പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ സത്സഗ്രാമങ്ങളിലൂടെ ഏറ്റെടുത്ത് നടപ്പിലാക്കുവാൻ
NDA സർക്കാരിനും NDA ശരി പ്രതിനിധിക്കും ശരി സാധിക്കും. ശരി ശരി ഒരു 3 മിനിറ്റ് വീതം എടുത്തുകൊണ്ട് അവർ എന്താണ് തൃശ്ശൂർ മണ്ഡലത്തിൽ അവരുടെ പ്രതിനിധി ജയിച്ചു കഴിഞ്ഞാൽ എന്ത് നടപ്പാക്കും എന്ത് നൽകും എന്നുള്ളത് അദ്ദേഹം പറയുകയുണ്ടായി. ഈ 3 കക്ഷികളുടെയും പ്രതിനിധികൾ BJPയുടെ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് KR ഹരി, KPCCയുടെ സെക്രട്ടറിയും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ CC ശ്രീകുമാർ, CPIയുടെ സംസ്ഥാന കൗൺസിൽ അംഗം KP സന്ദീപ്, ഇവർക്ക് 3 പേർക്കും ഈ കക്ഷികളുടെ പ്രതിനിധികളായി വരുമ്പോൾ തൃശ്ശൂർ മണ്ഡലത്തെക്കുറിച്ച് കൃത്യമായി തന്നെ അറിയാം. തൃശ്ശൂർ മണ്ഡലത്തിൽ നടപ്പാക്കേണ്ട വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചും അറിയാം. ആരുടെ പ്രതിനിധി വിജയിച്ചാലും തൃശ്ശൂർ മണ്ഡലത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റാൻ കഴിയട്ടെ എന്ന് പറയുന്നു. ചേർപ്പിൻ്റെ മണ്ണിൽ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൻ്റെ TCVയുടെ പോരാട്ടം ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.